ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മാരത്തോൺ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് IPLS ഇന്റർനെറ്റ് ഫിലോസഫി. നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം PYQs ചെയ്ത് കാണും, സബ്ജക്റ്റ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത്രയും സമയമായല്ലോ. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് നമ്മുടെ ഈ ഒരു സെഷനിൽ. ഇതിൽ കൂടുതലും എനിക്കൊന്ന് ഒരു 40 അടുപ്പിച്ച ചോദ്യങ്ങൾ നമ്മുടെ 2025 ജൂണിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിന്നും ഒത്തിരി ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല. കുറച്ചും കൂടി എക്സ്പ്ലനേഷൻസ് ആവശ്യമുള്ള അല്ലെങ്കിൽ അധികം കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയാസിനും കൂടി എടുത്തിട്ടുണ്ട്. ലോജിക്കിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വരുന്നില്ല, കാരണം ലോജിക്കിൽ നിന്ന് കൂടുതലും ഡയറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് ലോജിക്കിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കി മാക്സിമം എല്ലാ ഏരിയാസും കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സ് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തി ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകും. സോ എന്തുണ്ടെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക അല്ലെങ്കിൽ കമന്റ് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും സമയം തരാം. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ കമന്റ് ചെയ്തേക്ക്. കമന്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകാം. കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Which among the following activities best characterizes the ethics of care according to Carol Gilligan? Learning moral principles, developing moral dispositions, solving moral problems by application of universal principles, seeking contextual responses, attending to responsibilities and relationships. ഇങ്ങനെ 5 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് ഏതോ 3-4 എണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ 5 സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചിട്ട് ഏതൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ പറയാമോ? ഓപ്ഷൻസ് ഇതിങ്ങനെ കണ്ട അറിയാൻ പാടായിരിക്കും എന്ന് തോന്നുന്നു. ഇത് മാത്രമായിട്ട് കണ്ട ഇതൊന്ന് ജസ്റ്റ് നോക്കിക്കോ, അതായിട്ട് ഞാൻ തിരിച്ച് മറ്റേ പേജിലേക്ക് തന്നെ പോവാം. ഇതൊന്ന് ഫെമിലിയർ ആക്കി വെച്ചോ ഈ 4 ഓപ്ഷൻസ്. ഓപ്ഷൻ ഡിയോ? ഓപ്ഷൻ ഡി അല്ല, ഡി അല്ല. ഒന്നും കൂടി നോക്കിക്കേ. ഇപ്പം വന്ന ആൾക്കാരും ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെ ഓപ്ഷൻസ് വരാനാണ് ചാൻസ് ഉള്ളതെന്ന് ഒന്ന് കമന്റ് ചെയ്യാവോ? പ്രിയങ്ക മാത്രമേ റെസ്പോണ്ട് ചെയ്യണുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഉത്തരം പറയട്ടെ എന്നാ. ഇതില് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ, അതായത് നമ്മുടെ എത്തിക്സ് ഓഫ് കെയറിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന്. കാരോൾ ഗില്ലിഗന്റെ ആണ് എത്തിക്സ് ഓഫ് കെയർ. അത് ആദ്യമേ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. എത്തിക്സ് ഓഫ് കെയർ കൊണ്ടുവരുന്നത് കാരോൾ ഗില്ലിഗൻ എന്ന് പറഞ്ഞൊരു ഫിലോസഫർ ആണ്. ഇനി ഇതിലെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ലേണിംഗ് മോറൽ പ്രിൻസിപ്പിൾസ് കാരോൾ ഗില്ലിഗൻ അല്ലേ? അത് ലേറ്റസ്റ്റ് ആയിട്ടാണ് ഈ കാരോൾ ഗില്ലിഗന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എനിക്കൊന്ന് കഴിഞ്ഞ തവണയും വന്നിട്ടുണ്ട്. അതിന് മുന്നേ ഏതോ ഒരു തവണയും കൂടിയൊക്കെ കാരോൾ ഗില്ലിഗൻ വന്നിട്ടുള്ളൂ. അതിന് മുന്നേ ഉള്ള ഇയറിലൊന്നും ഇവര് വന്നിട്ടില്ല നമുക്ക് പേപ്പറിൽ. റിലേറ്റീവ്ലി ഒരു പുതിയ ഫീൽഡ് ഓഫ് ഫിലോസഫി ആയതുകൊണ്ടായിരിക്കാം ഈ അടുത്തിടയ്ക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി പ്രിപ്പയർഡ് ആയിരിക്കണം. ഇനി ചിലപ്പം അപ്പം ഇവരുടെയൊക്കെ അല്ലെങ്കിൽ ഇവരുടെ കണ്ടംപററീസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. സോ കാരോൾ ഗില്ലിഗൻ എത്തിക്സ് ഓഫ് കെയറില് മോറൽ പ്രിൻസിപ്പിൾസ് പഠിക്കുക എന്നുള്ളൊരു സാധനം പറയുന്നില്ല. ഡെവലപ്പിംഗ് മോറൽ ഡിസ്പൊസിഷൻസ്, അതായത് നമുക്ക് കുറച്ച് നമ്മുടെ ക്യാരക്ടറിനെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, അതാണ് ഓപ്ഷൻ ബി പറയുന്നത്. ഡെവലപ്പിംഗ് മോറൽ ഡിസ്പൊസിഷൻസ്, നമ്മുടെ ക്യാരക്ടറിൽ കുറച്ച് മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അത് കാരോൾ ഗില്ലിഗൻ പറയുന്ന എത്തിക്സ് ഓഫ് കെയറിൽ പറയുന്ന ഒന്നാണ്. സോൾവിംഗ് മോറൽ പ്രോബ്ലംസ് ബൈ ആപ്ലിക്കേഷൻ ഓഫ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്, അത് കാരോൾ ഗില്ലിഗൻ പറയുന്നില്ല. യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എത്തിക്സ് നമ്മൾ നോക്കണം എന്ന് പറയുന്നത് കാന്റ് ഒക്കെയാണ്. അവർ പറയുന്നത് എല്ലാത്തിനും ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ, അത് ഫിക്സഡ് ആണ് എന്നൊക്കെ പറയുന്നതാണ് കാന്റ് ഒക്കെ ഇല്ലേ. പക്ഷെ കാരോൾ ഗില്ലിഗൻ പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ നമുക്ക് എന്താണോ വേണ്ടതെന്ന് തോന്നുന്നത് അത് ചെയ്യുക. ആ കോണ്ടെക്സ്റ്റിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ ചുറ്റുമുള്ള സാധനങ്ങൾ കണ്ടും കേട്ടും കുറച്ച് നല്ല മോറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതൊക്കെയാണ് കാരോൾ ഗില്ലിഗന്റെ എത്തിക്സ് ഓഫ് കെയറിൽ വരുന്നത്.
അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ എ ലേണിംഗ് മോറൽ പ്രിൻസിപ്പിൾസ്. നമ്മൾ പുതുതായിട്ട് മോറൽ പ്രിൻസിപ്പിൾസ് പഠിക്കുകയല്ല, പകരം ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുക. എന്ന് വെച്ചാൽ താനെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒരു കുറച്ച് ക്യാരക്ടറിൽ കുറച്ച് ഡിഫറൻസസ് വരും, അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പം എ വരില്ല, ബി വരും. അതേപോലെ സിയും വരില്ല. കാരണം യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് കൊണ്ട് നമുക്ക് മോറൽ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് കാരോൾ ഗിൽഗൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു വ്യൂവിന് ആൾ എഗെയിൻസ്റ്റ് ആണ്. സീക്കിംഗ് കോണ്ടെക്സ്റ്റൽ റെസ്പോൺസസ്, അതായത് ആ അവസരം എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് നമുക്ക് പ്രതികരിക്കാൻ പറ്റുക, അത് കാരോൾ ഗിൽഗൻ പറയുന്ന ഒന്നാണ്, എത്തിക്സ് ഓഫ് കെയറിൽ പറയുന്ന ഒരു സാധനമാണ്. അതേപോലെ തന്നെ അറ്റൻഡിങ് ടു റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇപ്പൊ നമ്മുടെ ഒരു പാർട്ണറിന് വയ്യാന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക, നമ്മുടെ പാരന്റ്സിനെ ടേക്ക് കെയർ ചെയ്യുക, കുട്ടികളെ നോക്കുക, നമ്മുടെ ഒരു ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറില്ലേ, നമ്മൾ ടെൻഡ് ചെയ്യാറില്ലേ, അതാണ് അറ്റൻഡിങ് ടു റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പം ഇതൊക്കെയാണ് എത്തിക്സ് ഓഫ് കെയറിൽ വരുന്നത്. ഡിയും ഇയും ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? എത്തിക്സ് ഓഫ് കെയർ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ എത്തിക്സ് ഓഫ് കെയർ? മനസ്സിലായോ? അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഓക്കെ. എത്തിക്സ് ഓഫ് കെയർ ബേസിക്കലി പറയുന്നത് നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ തന്നെ എപ്പോഴും ചെയ്യണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പകരം ആ ഒരു അവസരത്തിൽ എന്ത് ചെയ്യേണ്ടതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബേസിക്കലി അത്രയുള്ള എത്തിക്സ് ഓഫ് കെയർ എന്ന് പറയുന്നത്. ഫിക്സ്ഡ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള കുറെ നോംസും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആ അവസരത്തിൽ എന്ത് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നുന്നു അത് ചെയ്യുക. ആൻഡ് അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കെയർ എന്ന് പറഞ്ഞ ആ ഒരു ടേം തന്നെ. മറ്റുള്ളവരെ കൂടി നമ്മൾ എപ്പോഴും പരിഗണിക്കണം, സെൽഫിഷ് ആവാണ്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമ്മുടെ കൂടെയുള്ള ഇപ്പൊ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക, നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പറഞ്ഞ. ഇപ്പൊ ഓക്കെ ആണോ അതോ ഒന്നും കൂടി പറയണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എത്തിക്സ് ഓഫ് കെയറിന്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. എത്തിക്സ് ഓഫ് കെയർ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ നോട്ടാണ് കയ്യിലുള്ളതെങ്കിൽ ചുമ്മാ ലെക്ചർ നോട്ട്സ് പോലെ പോയിന്റ്സ് മാത്രമായിട്ട് എഴുതിക്കോ. വായിക്കാവേ. ഇറ്റ് എമർജ്ഡ് ആസ് എ ക്രിട്ടിക് ഓഫ് ജസ്റ്റിസ് ബേസ്ഡ് എത്തിക്സ് ലൈക്ക് കാന്റ്. അതായത് കാന്റ് പറയുന്ന പോലെയുള്ള നമ്മുടെ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് ഒക്കെ പോലെയുള്ള എത്തിക്സിന്റെ ക്രിട്ടിക് ആയിട്ടാണ് കാരോൾ ഗില്ലിഗന്റെ എത്തിക്സ് ഓഫ് കെയർ വരുന്നത്. ഈ നമ്മുടെ ജസ്റ്റിസ് ബേസ്ഡ് എത്തിക്സ് ഉണ്ടല്ലോ, അതാണ് ഈ ഫോക്കസിങ് ഓൺ യൂണിവേഴ്സൽ റൂൾസ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന നമ്മുടെ കാരോൾ ഗില്ലിഗന്റെ എത്തിക്സ് ഓഫ് കെയർ എന്ന് പറയുന്നത് ഒരു മോറൽ അപ്രോച്ച് ആണ്. അവിടെ റിലേഷൻഷിപ്സ്, കെയർ, റെസ്പോൺസിബിലിറ്റി എന്നീ സാധനങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള റൂൾസിന് പകരം ആ സാഹചര്യം എന്ത് ചോദിക്കുന്നു, അത് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എത്തിക്സ് ഓഫ് കെയറിൽ പറയുന്നത്. ഒരു ജസ്റ്റിസ് ബേസ്ഡ് അപ്രോച്ച് ആണെങ്കിൽ എന്താണ് ഇവിടെ, വാട്ട് ഈസ് ദ ഫെയർ റൂൾ, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. എത്തിക്സ് ഓഫ് കെയർ അപ്രോച്ച് ആണെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന ആക്ഷൻ കൊണ്ട് ആരെയൊക്കെ അഫക്ട് ചെയ്യും, എനിക്ക് എങ്ങനെ കെയറിംഗിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് ടെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയായിരിക്കും ചോദിക്കുക. ഇപ്പം കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഇതും 5 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 5 സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് ഏതൊക്കെയോ 3 അല്ലെങ്കിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? അതാ ഇവരുടെ നമ്മുടെ ഒരു അങ്ങനെയാണ്, പ്രോട്ടോകോൾ അങ്ങനെയാണ്. അതാ എപ്പോഴും നമ്മൾ ക്ലാസ്സിന്റെ ഇടയിൽ കമന്റും വീഡിയോയും എല്ലാവരുടെയും ഡിസേബിൾ ചെയ്ത് വെക്കും, ഹോസ്റ്റിന്റെ മാത്രമേ ഓൺ ആക്കാറുള്ളൂ. ഞാൻ കുറച്ചുകൂടി സ്ലോ ആക്കാം, കമന്റ് ചെയ്യാൻ കുറച്ചുകൂടി സമയം തരാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലും 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പ്ലേറ്റോന്റെയും അരിസ്റ്റോട്ടലിന്റെയും ബേസിസിലുള്ള 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ലാസ്റ്റത്തേത് സ്റ്റോയിക്സിനെ പറ്റിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്, ഏതൊക്കെ തെറ്റാണ്? ആദ്യമേ ഓപ്ഷൻസ് നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഇൻ ദി പാരബിൾ ഓഫ് ദി കേവ്, Plato highlights the necessity of the human life to be guided by the idea of transcendental knowledge. അതായത് പ്ലേറ്റോയുടെ പാരബിൾ ഓഫ് ദി കേവിനകത്ത് ഹ്യൂമൻ ട്രാൻസെൻഡന്റൽ നോളജ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വഴി ആ ഐഡിയക്ക് എന്തോരം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം പ്ലേറ്റോ പറയുന്നുണ്ട് പാരബിൾ ഓഫ് ദ കേവില്. രണ്ടാമത്തേത്, അരിസ്റ്റോട്ടിൽ ക്രിട്ടിക്സ് പ്ലേറ്റോ ഫോർ ഹിസ് ഇൻഎബിലിറ്റി ടു അക്കൗണ്ട് ഫോർ ദി ഡൈവേഴ്സിറ്റി ഓഫ് യൂസസ് ഓഫ് ഗുഡ്. അരിസ്റ്റോട്ടിൽ പ്ലേറ്റോനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പറയുന്നത് എന്താന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഗുഡ് ഉണ്ട്, അല്ലെങ്കിൽ ഗുഡിന് പല മീനിങ്സും ആസ്പെക്ട്സും ഉണ്ട്. അതിനെപ്പറ്റി ഒന്നും പ്ലേറ്റോ പറയുന്നില്ല. അങ്ങനെ ഒരു ക്രിറ്റിസിസം അരിസ്റ്റോട്ടിന്റെ പ്ലേറ്റോയ്ക്കെതിരായിട്ട് വിമർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്,
For Aristotle, therefore, there is no distinction between different types of actions, whether guided by reason, will, or weakness of will. നമ്മുടെ റീസൺ കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ വില്ല് കൊണ്ടാണെങ്കിലോ വില്ലിന്റെ വീക്ക്നെസ് കൊണ്ടാണെങ്കിലോ അങ്ങനെ പല രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആക്ഷൻസിനെ പറ്റിയിട്ടൊന്നും ആളൊരു ഡിസ്റ്റിങ്ഷനും കൊടുത്തിട്ടില്ല. അതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഓൺ ദി അതർ ഹാൻഡ്, ഫോർ എപ്പിക്യൂരിയസ് വെർച്യു ഈസ് സിംപ്ലി ആൻ ആർട്ട് ഓഫ് പ്ലഷർ. എപ്പിക്യൂരിയസിനെ സംബന്ധിച്ചിടത്തോളം വെർച്യു എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് പ്ലഷർ. അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്, however, Stoics ultimately aim at withdrawal from public life and leading towards ethical solipsism. സ്റ്റോയിക്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് ലൈഫിൽ നിന്ന് മാറി നിൽക്കാനും അവര് സൊളിപ്സിസം എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സബ്ജക്ട് മാത്രമേ റിയൽ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള ഒരു ടെൻഡൻസി, ആ രീതിയിലുള്ള ഒരു കോൺസെപ്റ്റിനെയാണ്, തിയറിയാണ് സൊളിപ്സിസം എന്ന് പറയുന്നത്. അപ്പം എത്തിക്കൽ സോൾപ്സിസത്തിലേക്കാണ്, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല, അല്ല നമ്മൾക്ക് എന്താണോ ശരി, നമ്മുടെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് തോന്നുന്നു ഞാൻ അത് ചെയ്യുന്നു, ആസ് ലോങ് ആസ് ഐ ഡോണ്ട് ഹേർട്ട് എനിവൺ എൽസ്, അല്ലെങ്കിൽ എന്റെ ആക്ഷൻസ് വഴി വേറെ ആർക്കും കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് റിയൽ, അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി. അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെൻഡൻസി, അത്രയേ ഉള്ളൂ സോൾപ്സിസം. ഓക്കെ, ആ രീതിയാണ് സ്റ്റോയിക്സിനുള്ളത് എന്ന് പറയുന്നതാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏതൊക്കെ കറക്റ്റ് ആണ്, ഏതൊക്കെ കറക്റ്റ് അല്ല, ഏതൊക്കെ കറക്റ്റ് ആണെന്നുള്ളത് ആ ഓപ്ഷൻസ് മാത്രം ടൈപ്പ് ചെയ്യാവോ? ഇതാണ് ഓപ്ഷൻസ്: എ ബി സി, എ ബി ഡി, എ ബി ഡി ഇ, ബി ഡി ഇ. സി ഏതായിരുന്നു? ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്, ഒരെണ്ണം മാത്രം മാറിപ്പോയി. സി ഇല്ല, എയും ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? ഓപ്ഷൻ സി അല്ലേ പറഞ്ഞത്? ഓപ്ഷൻ സി, എ ബി ഡി ഇ. ഇതില് എ വരുന്നുണ്ട്, ബിയും വരുന്നുണ്ട്, ഡിയും വരുന്നുണ്ട്, പക്ഷെ ഇ വരുന്നില്ല ഇതിനകത്ത്. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഒന്നും കൂടി ഈ സ്റ്റേറ്റ്മെന്റ് ഇനി വായിച്ചു നോക്കിയേ. എപ്പിക്യൂരിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലെ ചാർവാക ഫിലോസഫി ഇല്ലേ, അതിന്റെ ഒരു വെസ്റ്റേൺ വേർഷനാണ് എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. എപ്പിക്യൂരിയസിന്റെ മോട്ടോ എന്ന് പറയുന്നത് ഡ്രിങ്ക്, ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി എന്നാണ്. കഴിക്കുക, കുടിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അതാണ് എപ്പിക്യൂരിയസ് എന്ന് പറയുന്നത്. അതായത് ചാർവാകയുടെ ഒരു വെസ്റ്റേൺ വേർഷൻ, അതാണ് എപ്പിക്യൂരിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. അത് തന്നെ, ഹെഡോണിസ്റ്റിക് അപ്രോച്ച്. യെസ്, കറക്റ്റ്. ഈ വരില്ല, പക്ഷെ എയും ബിയും ഡിയും കറക്റ്റ് ആണ്, ഈ വരില്ല. കാരണം സ്റ്റോയിക്സ് എന്ന് പറഞ്ഞാൽ അതില് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, സ്റ്റോയിക്സ് അൾട്ടിമേറ്റ്ലി എയിം അറ്റ് വിഡ്രോവൽ ഫ്രം പബ്ലിക് ലൈഫ് എന്ന് പറയുന്ന സാധനം, അത് തെറ്റാണ്. കാരണം നമ്മൾ ശരിക്കും എന്താ സ്റ്റോയിസിസം എന്ന് വെച്ചാല്, ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റോയിസിസത്തിന്റെ ഫൗണ്ടർ സെനോയാണ്. ഇസഡിഎൻഒ, സെനോയാണ് സ്റ്റോയിസിസത്തിന്റെ ഫൗണ്ടർ. അത് ചിലപ്പോ ഒക്കെ മാത്സ് ഫോളോയിൽ ചോദിക്കാറുണ്ട്, അപ്പൊ അത് ഓർത്ത് വെച്ചോ. ഇനി സ്റ്റോയിസിസം പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ എപ്പോഴും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറമെന്റ് ശീലിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഒത്തിരി സന്തോഷപ്പെടാനോ ഒത്തിരി സങ്കടപ്പെടാനോ, അല്ലെങ്കിൽ ഈ രണ്ട് എക്സ്ട്രീംസ് ഉണ്ടാവുമല്ലോ ലൈഫിൽ എപ്പോഴും, അങ്ങനെ എക്സ്ട്രീംസിൽ ചെന്ന് പെടാതെ അതിന്റെ നടുക്ക് എപ്പോഴും ഒരു സെയിം ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഒത്തിരി ഹാപ്പി ആവില്ല, ഒത്തിരി സങ്കടപ്പെടുന്നില്ല, ഒത്തിരി ദേഷ്യമില്ല, ഒത്തിരി എക്സൈറ്റ്മെന്റ് ഇല്ല, അതിന്റെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഇത് പിടിച്ചു പോവുക എന്നുള്ളതാണ് സ്റ്റോയിസിസം പറയുന്നത്. അവർക്ക് പക്ഷേ ഈ വിഡ്രോവൽ ഫ്രം പബ്ലിക് ലൈഫ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്, സൊസൈറ്റിയിൽ ജീവിക്കുമ്പം അതിനകത്ത് പക്ഷെ ഒരുപാട് അങ്ങോട്ട് അവരുടെ ഇമോഷൻസ് ഗൈഡ് ചെയ്ത് ജീവിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അവരും സോഷ്യൽ ബീങ്സ്, ലൈഫ് ഒരു സൊസൈറ്റിയിൽ എല്ലാവരുടെയും കൂടെ ജീവിക്കണം എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഈ പബ്ലിക് ലൈഫിൽ നിന്ന് വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവർക്കില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ ഇ എന്ന് പറയുന്നത് തെറ്റായി പോയത്. അവരുടെ എയിം അല്ല പബ്ലിക് ലൈഫിൽ നിന്നും വിഡ്രോ ചെയ്യുക എന്നുള്ളത്, അവരുടെ എയിം അല്ല. പിന്നെ സി എന്തുകൊണ്ടാവാത്തെന്ന് പറഞ്ഞാല്, അരിസ്റ്റോട്ടിലിന് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പല ടൈപ്പ് ഓഫ് ആക്ഷൻ ഉണ്ട്, റീസൺ, വിൽ, വീക്ക്നെസ് ഓഫ് വിൽ, അങ്ങനെ പല ടൈപ്സ് ഓഫ് ആക്ഷനെ പറ്റിയിട്ട് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആവാത്തത്. ബാക്കി മൂന്നും അറിയാലോ. അപ്പം പാരബിൾ ഓഫ് ദി കേവിലെ ട്രാൻസെൻഡന്റൽ നോളജിനെ പറ്റി പറയുന്നുണ്ട്,
അതേപോലെ അരിസ്റ്റോട്ടില് പ്ലേറ്റോനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരു ഫാക്ടർ അതായിരുന്നു. പ്ലേറ്റോ എപ്പോഴും എല്ലാം ഭയങ്കര റിജിഡ് ആയിട്ട്, ഇപ്പൊ ഫോം മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഈ ഒരു എന്താണ് നമ്മളിപ്പം എംപിരിക്കൽ വേൾഡ് ഇല്ല, ഫോം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. അതേപോലെ ഈ ഇങ്ങനെ ഗുഡ് എന്ന് പറയുന്ന സാധനം കൊന്നേ ഉള്ളൂ, ഫോം മാത്രമാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി, അങ്ങനെയുള്ള പ്ലേറ്റോന്റെ റിജിഡ് ആയിട്ടുള്ള എക്സ്ട്രീം ബിലീഫ്സിനെയൊക്കെ അരിസ്റ്റോട്ടിൽ ക്രിട്ടിസൈസ് ചെയ്തായിരുന്നു. അതുപോലെ എപ്പിക്യൂരിയസിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ആർട്ട് ഓഫ് പ്ലഷർ ആണ് അവരുടെ രീതിയിൽ വെർച്യു എന്ന് പറയുന്നത്. ബാക്കിയൊന്നും നോക്കണ്ട. ഇത് ക്ലിയർ ആണോ? വേറെ എക്സ്പ്ലനേഷൻസ് ഇല്ല അതിന്. ഇത് ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഫ്രം ദോസ് ഗിവൻ ബിലോ. ഇതും നിങ്ങൾ ഇതിനകത്ത് ഏതോ 3 എണ്ണം മാത്രം കറക്റ്റ് ആണ്, ആ 3 എണ്ണം ഏതാണ് കണ്ടുപിടിക്കണം. നിങ്ങൾ തന്നെ വായിച്ചു, ഒരു മിനിറ്റ്, ഇപ്പം 7:19 ആണ്, 7:21 വരെ സമയം തരാം. നിങ്ങൾ തന്നെ വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ബി ഡൗട്ട് ഉണ്ട്, ബാക്കി കറക്റ്റ് ആണ്. ബി ഡൗട്ട് ഉണ്ട്, ബാക്കി കറക്റ്റ് ആന്ന് പറയുമ്പോഴേക്കും എയും സിയും ഡിയും ഇയും ഉണ്ടെന്നല്ലേ? നമുക്ക് 3 എണ്ണം വരുന്നുള്ളൂ, 4 എണ്ണം ഇല്ല. അപ്പം ഇതിന് ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്യേ. എ ഡി ഇ ഓപ്ഷനിലില്ല. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ്. ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയുന്നത്, അതെ, ട്രൂത്ത് ഈസ് ഗോഡ് എന്ന് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ നോക്കി, ഈ ഓപ്ഷൻസ് വെച്ച് നോക്കി, ഓപ്ഷൻ 3 ACD. ക്വസ്റ്റ്യൻ ഒന്നുകൂടി. ഓക്കെ, സി, ഓപ്ഷൻ സി ഒന്നും കൂടി വായിച്ചേ, നന്നായിട്ടൊന്ന് വായിച്ചേ. ട്രൂത്ത് ഈസ് ഗോഡ് എന്നുള്ളതുണ്ട്, പക്ഷെ ആ ഫുൾ സെന്റൻസ് ഒന്ന് വായിച്ചേ. നമ്മുടെ ക്വസ്റ്റ്യൻ വലുതായി പോയില്ലായിരുന്നെങ്കിൽ എല്ലാം കൂടി ഒരു പേജിലാക്കായിരുന്നു. ഐഡിയാസ് ഓഫ് അഹിംസ ജൈനിസം. അഹിംസ ജൈനിസം. അതെ അതെ, ഐഡിയ ഓഫ് അഹിംസ ജൈനിസത്തിൽ നിന്നാണ്. യെസ്, കറക്റ്റ് ആണ്. ജൈനിസം, ക്രിസ്ത്യാനിറ്റി, പിന്നെ ഭഗവത്ഗീത, ഇങ്ങനെ മറ്റുള്ള ബുക്സുകളിൽ നിന്നാണ് അഹിംസേനെ പറ്റിയുള്ള ഐഡിയ ഗാന്ധിക്ക് കിട്ടുന്നത്, മീമാംസയെന്നല്ല. കറക്റ്റാ. ഇപ്പം ഒന്ന് പറയട്ടെ ആൻസർ. ഈ എലിമിനേറ്റ് ചെയ്തുല്ലോ, ഓപ്ഷനിൽ അല്ലെങ്കിലും ഈ വരുന്നില്ല. ABD. ABD ആണ് കറക്റ്റ് ആൻസർ. ഇപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, MK Gandhi വാസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ടോൾസ്റ്റോയ്സ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു ആസ് എ ന്യൂ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇത് എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയല്ലോ ഇല്ലേ? നിങ്ങൾ എല്ലാവരുടെ ഓപ്ഷനിൽ A വന്നായിരുന്നു. അതായത് ഗാന്ധി ടോൾസ്റ്റോയുടെ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ബുക്കില് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അതേപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിനെ പറ്റിയിട്ട് വേറൊരു രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷനും ഗാന്ധിക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഗാന്ധിയുടെ റിലീജിയസ് ഓറിയന്റേഷൻ വൈഷ്ണവ ഇൻഫ്ലുവൻസ്ഡ് ആണെന്ന് പറയുന്നത്. അത് ആക്ച്വലി കറക്റ്റ് ആണ്. ഗാന്ധി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വൈഷ്ണവ ഈത്തോസ്. ഗാന്ധി ഒരു വൈഷ്ണവായിട്ടായിരുന്നു. ഗാന്ധി വാസ് ഗാന്ധി ഒരു ഹിന്ദു ആയിരുന്നു, ആൻഡ് വാസ് ഓൾസോ ബിലീവർ. വൈഷ്ണവിസം അങ്ങനെയുള്ള ഫിലോസഫിയിലൊക്കെ ഒരുപാട് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഗാന്ധി. And then third statement, when Gandhi explains the notion God is truth, his idea of truth is oriented towards the truth of mundane reality. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞ ആ ഒരു സാധനം കറക്റ്റ് ആണ്. ഗാന്ധി പറയുന്നുണ്ട് ഗോഡ് ഈസ് ട്രൂത്ത് എന്ന്. പക്ഷെ അടുത്തത് നോക്കിക്കുക, അതിന്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ഈ ട്രൂത്ത് എന്ന് പറയുന്നത് മുണ്ടൈൻ റിയാലിറ്റിനെ പറ്റിയിട്ടുള്ള ട്രൂത്ത് ആണെന്നാണ്. അതല്ല, ഗോഡ് ഈസ് ട്രൂത്ത് എന്ന് പറയുമ്പോഴേക്കും ആ ട്രൂത്ത് അൾട്ടിമേറ്റ് റിയാലിറ്റിനെ പറ്റിയിട്ടുള്ള ട്രൂത്ത് ആണ്, മണ്ടേൻ റിയാലിറ്റിനെ പറ്റിയിട്ടുള്ള ട്രൂത്ത് അല്ല. മണ്ടേൻ റിയാലിറ്റി എന്ന് പറയുമ്പോഴേക്കും ദൈനംദിന ജീവിതത്തിൽ കാണുന്ന ആ സാധനങ്ങൾ, അതല്ല. പകരം അൾട്ടിമേറ്റ് റിയാലിറ്റി ആണ് ഗോഡ് ഈസ് ട്രൂത്തിൽ ട്രൂത്ത് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സി വരത്തില്ല, എയും ബിയും വരും.
ഡി എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ഗാന്ധി അഹിംസ ആൻഡ് ട്രൂത്ത് ആർ ഇന്റർട്വൈൻഡ് ആൻഡ് ആർ ലൈക്ക് ടു സൈഡ്സ് ഓഫ് എ കോയിൻ. ഒരു കോയിനിന്റെ രണ്ട് വശങ്ങൾ പോലെ ഇന്റർട്വൈൻഡ് ആണ്, അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഇ, നേരത്തെ രേഷ്മ പറഞ്ഞ പോലെ അത് അഹിംസ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മീമാംസയെന്നല്ല, പകരം ജൈനിസം, ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി പോലെയുള്ള മറ്റ് റിലീജിയസ് ഡോക്ട്രിൻസിൽ നിന്നാണ് ഗാന്ധിക്ക് കിട്ടുന്നത്. അപ്പം ഇത് ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഡൗട്ട് ഉണ്ടോ ഇനി? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇടയ്ക്ക് ആരോ ഒരാള് വന്നായിരുന്നു. റിഹാൻ ക്ലിയർ അല്ലേ? നമ്മൾ 3 ക്വസ്റ്റ്യൻ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ജെഎസ് മില്ലിനെ പറ്റിയിട്ടാണ്. ഇതും നിങ്ങൾക്ക് ഞാൻ 1 മിനിറ്റ് തരാം, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറഞ്ഞു. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സ്പീഡ് ആക്കാവേ. ബിയും ഇയും വരില്ല തോന്നുന്നു അല്ലേ? ബി വരത്തില്ല, ഇ വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ജെഎസ് മിൽ അബാൻഡൻസ് ദ വ്യൂ ദാറ്റ് കമ്പാരിസൺ അമംഗ് പ്ലഷേഴ്സ് ഈസ് ഓർ ക്യാൻ ബി പ്യൂർലി ക്വാണ്ടിറ്റേറ്റീവ്. പ്ലഷർ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യുമ്പം അത് പ്യൂർലി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് എന്തോരം ഉണ്ട്, ഒത്തിരി പ്ലഷർ ഉണ്ടാവും അതോ കുറച്ച് പ്ലഷർ ആണോ, അതിന്റെ ആ പ്ലഷർ ക്വാണ്ടിറ്റേറ്റീവ്ലി മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന വ്യൂ മില്ല് അബാൻഡൻ ചെയ്തു. അതായത് അങ്ങനെയുള്ള വ്യൂവിനെ റെഫ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് കറക്റ്റ് ആണ്. ജെഎസ് മില്ലിന്റെ ഏറ്റവും നമ്മൾ യൂട്ടിലിറ്റേറിയനിസം പഠിക്കുമ്പോഴേക്കും മില്ലിന്റെ കൂടെ തന്നെ പഠിക്കുന്ന വേറൊരാളുണ്ട്. ആളാരാ? മില്ലിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു പേരും കൂടി പറയാറുണ്ട് യൂട്ടിലിറ്റേറിയനിസത്തിൽ. ആരത്? ബന്ധം. അതെ, ബന്ധവും മില്ലും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തായിരുന്നു? ബന്ധമിന്റെ ആണ് ക്വാണ്ടിറ്റേറ്റീവ് യൂട്ടിലിറ്റേറിയനിസം. മില്ലിന്റെ യൂട്ടിലിറ്റേറിയനിസത്തിന്റെ പേരെന്താ? മില്ലിന്റെ ക്വാണ്ടിറ്റേറ്റീവ്, ബന്ധത്തിന്റെ മില്ലിന്റെ ക്വാളിറ്റേറ്റീവ്. അതെ, അപ്പൊ ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ തന്നെ മില്ല് പറയുന്നത് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ്ലി മാത്രം അളക്കാൻ പറ്റില്ല, പകരം ക്വാളിറ്റിയും കൂടി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ആളുടെ ഫേമസ് കോട്ടായിട്ടുള്ള ഐ വുഡ് റാദർ ബി എ പിഗ് ഡിസാറ്റിസ്ഫൈഡ്, അല്ല, ഐ റാദർ ബി എ ഹ്യൂമൻ സാറ്റിസ്ഫൈഡ് ദാൻ എ പിഗ് ഡിസാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ ഫൂൾ സാറ്റിസ്ഫൈഡ് ദാൻ സോക്രട്ടീസ് അൺസാറ്റിസ്ഫൈഡ് എന്നും പറയും. ആ ഒരു കോട്ട് വരുന്നത് തന്നെ അതുകൊണ്ടാണ്. അതായത് ക്വാണ്ടിറ്റി മാത്രമല്ല ഇമ്പോർട്ടന്റ്, പകരം ക്വാളിറ്റി, നമ്മുടെ പ്ലഷറിന്റെ ക്വാളിറ്റിയും ഇമ്പോർട്ടന്റ് ആണ് എന്ന് മില്ല് പറയുന്നുണ്ട്. യെസ്, ഹയർ ആൻഡ് ലോവർ പ്ലഷർ തമ്മിൽ അതുകൊണ്ട് തന്നെ ഡിസ്റ്റിങ്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. സോ എ കറക്റ്റ് ആണ്, ബി തെറ്റാണ്. ബിയിൽ കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ഡിസ്റ്റിങ്ഷൻ ഇല്ല എന്നാണ്. ശരിക്കും ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, ഹയർ ആൻഡ് ലോവർ പ്രഷർ തമ്മിൽ ഡിഫറൻസ് പറയുന്നുണ്ട്. അപ്പം എ വരും, ബി വരില്ല. therefore all pleasures are qualitatively same. അപ്പം അതും ഡീഫോൾട്ട്, അതും തെറ്റാവുകയാണ്. ക്വാളിറ്റേറ്റീവ്ലി ഹയർ പ്ലഷറും ഉണ്ട്, ലോവർ പ്ലഷറും ഉണ്ട്. പിന്നെ ultimate objective of Mill was to bring all the objects and goals of human desires under a single concept of pleasure. പ്ലഷർ എന്ന് പറയുന്ന ഒരു സിംഗിൾ കോൺസെപ്റ്റില് മനുഷ്യരുടെ എല്ലാ ഒബ്ജക്റ്റീവ്സിനെയും ഗോൾസിനെയും കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മില്ലിന്റെ ലക്ഷ്യം. ബേസിക്കലി യൂട്ടിലിറ്റേറിയനിസം അങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് ഡി കറക്റ്റ് ആണെന്ന് പറയാം. ഇയും ഹി ട്രീറ്റ്സ് പ്ലഷർ ആസ് എ യൂണിറ്ററി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിന്ന് തന്നെ വരുന്ന ഒരു, അല്ലെ, ഡീനെ ഒരു സമ്മറൈസ് ചെയ്ത് പറയുന്ന പോലെയാണ് ഇയും. സോ ഡിയും ഇയും വരും. അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെയാണ്? എയും ഡിയും ഇയും. ഓപ്ഷൻ 3 ആരെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഈ വിട്ടു. അതാ, ഈ മാറിപ്പോയി കാണും. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? 5 പോയിന്റ്സും ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ കുറച്ചധികം സമയം എടുത്തുകൊണ്ട് അധികം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ചുകൂടെയൊക്കെ ഫാസ്റ്റ് ആയിട്ട് പോവാൻ നമുക്ക് തോന്നുന്നു. സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇടയ്ക്ക് വെച്ച് കമന്റ് ചെയ്താൽ മതി. സ്ലോ ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പീഡിൽ പോവാണ് ഇനി മുതല്. വിച്ച് among the following are true? Which among the following, സൗണ്ട് കേൾക്കാവോ? Okay. Which among the following are true in regard to the relationship between law and morality? ലോയും മൊറാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എന്തൊക്കെ നമുക്ക് ഇതിന് പറയാൻ പറ്റും? ഓപ്ഷൻ എ പറയുന്നത് മോറൽ പ്രിൻസിപ്പിൾസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ലീഗൽ പ്രിൻസിപ്പിൾസ്. അതായത് ലീഗൽ ആണോ എങ്കിൽ അത് മോറൽ ആണ്, ആ ഒരു രീതി. മോറൽ പ്രിൻസിപ്പിൾസ് ആർ ഡിപ്പെൻഡന്റ് ഓൺ ലീഗൽ പ്രിൻസിപ്പിൾസ്. ലീഗൽ പ്രിൻസിപ്പിൾ ആണെങ്കിൽ മാത്രമേ മോറൽ ആകുള്ളൂ എന്നാണ് ഫസ്റ്റിന്റെ അർത്ഥം. മോറൽ പ്രിൻസിപ്പിൾസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ലീഗൽ പ്രിൻസിപ്പിൾസ്. അങ്ങനെയൊന്നും ഇല്ല. മോറൽ പ്രിൻസിപ്പിൾസ് വേറെ, ലീഗൽ പ്രിൻസിപ്പിൾസ് വേറെ എന്നാണ് പറയുന്നത്.
തേർഡ് ഓപ്ഷൻ ലീഗൽ പ്രിൻസിപ്പിൾസ് ആർ നെസസറിലി മോറൽ പ്രിൻസിപ്പിൾസ്. ലീഗൽ പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും മോറൽ പ്രിൻസിപ്പിൾസും ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മോറൽ പ്രിൻസിപ്പിൾസ് വിത്ത് ലീഗൽ സാങ്ഷൻസ് ടേൺ ടു ബി ലീഗൽ പ്രിൻസിപ്പിൾസ്. മോറൽ പ്രിൻസിപ്പിൾസ് ആണ് ലീഗൽ സാങ്ഷൻസ് ഉണ്ട്, അതായത് ലീഗലിയും നമ്മുടെ ലോ പ്രകാരവും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ലീഗൽ പ്രിൻസിപ്പിൾസ് ആകുന്നു. അതാണ് ഓപ്ഷൻ ബി. ഇതിൽ നിന്ന് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്? വേഗം വേഗം പറഞ്ഞോ. ഓപ്ഷൻ 2. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ടു. ഓക്കെ, മറ്റേ രേഷ്മ എവിടെ? പിന്നെ പുതുതായിട്ട് ജോയിൻ ചെയ്ത പിള്ളേര് കമന്റ് ചെയ്യാവോ ആൻസേഴ്സ്? ഓക്കെ, എന്തായാലും കമന്റ് ചെയ്തത് കറക്റ്റ് ആണ്. ബിയും ഡിയും ആണ് ഉത്തരം. അതായത് മോറൽ പ്രിൻസിപ്പിൾസ് ലീഗൽ പ്രിൻസിപ്പിൾസും ഇൻഡിപെൻഡന്റ് ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഹൈക്കോർട്ടിന്റെ വെർഡിക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ മോറലി അത് ശരിയാണെന്നും തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലീഗലി അത് ഓക്കെ ആയിരിക്കാം, പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ഒരു എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം അതിനെ. സോ മോറൽ പ്രിൻസിപ്പിൾസും ലീഗൽ പ്രിൻസിപ്പിൾസും ഇൻഡിപെൻഡന്റ് ആണ്. അതേപോലെ മോറൽ പ്രിൻസിപ്പിൾസ് ലീഗൽ സാങ്ഷൻസോടുകൂടി വരുമ്പോഴാണ് അതൊരു ലീഗൽ പ്രിൻസിപ്പിളായി മാറുന്നത്. ഇതിന് ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 സത്യശോധക് സമാജ്, വൈക്കം സത്യാഗ്രഹ, മഹിമധർമ്മ, ത്രൈതവാദ. ലിസ്റ്റ് 2 സന്ത് കബീർ ഭീമാബോയ്, ജ്യോതിബ ഫൂലെ, സ്വാമി ദയാനന്ദ സരസ്വതി, നാരായണ ഗുരു. ഇതാണ് ഓപ്ഷൻസ്. ഇങ്ങനെ ഇപ്പൊ നോക്കിയെടുക്കാൻ പാടായിരിക്കും. അപ്പം ഓരോന്നോരോന്നായിട്ട് ഞാൻ ചോദിക്കാം. ഇതിൽ സത്യശോധക് സമാജ് ആരായിട്ട് വരും? ഈ 4 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? സത്യശോധക് സമാജ് സത്യശോധക് സമാജ് സത്യശോധക് സമാജ് 2 ആണ്. കറക്റ്റാ. സത്യശോധക് സമാജ് ജ്യോതിബ ഫൂലെയുടെ ആണ്. വൈക്കം സത്യാഗ്രഹ ആരുടെയാണ്? ബി വരുന്നത് ഏതാ? ഫോർ. മഹിമധർമ്മയോ? അല്ല, B4 അല്ലേ? നമ്മുടെ വൈക്കം സത്യാഗ്രഹ നാരായണ ഗുരുവായിട്ട് കണക്ട് ചെയ്യാം. മഹിമധർമ്മയോ? ഈ മഹിമധർമ്മയുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2 തവണയും വന്നതാണ്. ഇനി മുതൽ അപ്പം വരുമായിരിക്കും മഹിമധർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. സി ഏതാ? മഹിമധർമ്മ. ഡിയോ? ത്രൈതവാദയോ? ത്രൈതവാദ കേൾക്കാൻ ചാൻസ് കുറവാണ്. അതേപോലെ മഹിമധർമ്മ കഴിഞ്ഞ നെറ്റ് പരീക്ഷ എഴുതിയ ആൾക്കാരാണെങ്കിൽ മഹിമധർമ്മ കേട്ട് കാണും, അല്ലെങ്കിൽ അതും കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പറയാം. സത്യശോധക് സമാജ് എന്ന് പറയുന്നത് ജ്യോതിബ ഫൂലെയുടെ ആണ്. വൈക്കം സത്യാഗ്രഹ നാരായണ ഗുരുവിന്റെ ആണ്. ശരിക്കും പറഞ്ഞാൽ വൈക്കം സത്യാഗ്രഹയും നാരായണ ഗുരുവായിട്ടും ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. എങ്ങനെ കണക്ഷൻ വരുന്നു നമുക്ക് എക്സ്പ്ലനേഷനിൽ നോക്കാം. മഹിമധർമ്മയുടേത് ഭീമാബോയ് ആണ്. ത്രൈതവാദയുടേത് സ്വാമി ദയാനന്ദ സരസ്വതി. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. സത്യശോധക് സമാജ്, സത്യശോധക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ സീക്കേഴ്സ് ഓഫ് ട്രൂത്ത് എന്നാണ്. ജ്യോതിബ ഫൂലെ ആണ് അതിന്റെ ഫൗണ്ടർ. ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തു നമ്മുടെ എക്സ്പ്ലനേഷൻസ് കാണുമ്പോഴൊക്കെ അതൊക്കെ അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്.
ഓക്കെ, ഈ സത്യശോധക് സമാജ് എന്ന് പറയുമ്പോഴേക്കും അവര് കാസ്റ്റ് ഹൈറാർക്കിനെ ഒപ്പോസ് ചെയ്താണ് വന്നത്. നമ്മുടെ ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെതിരായിട്ട്, അതേപോലെ ശൂദ്രാസ്, അതിശൂദ്രാസ്, വിമൻ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, ഇവരുടെയൊക്കെ ഒന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യശോധക് സമാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ഈ ശൂദ്രാസും അതിശൂദ്രാസും തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിയാലോ? ശൂദ്രാസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സവർണരിൽ, അതായത് ആ 4 വർണ്ണാസ് ഉണ്ടല്ലോ, അതിനകത്ത് വരുന്നതാണ് ശൂദ്രാസ്. ദേ ആർ സ്റ്റിൽ പാർട്ട് ഓഫ് ദി വർണ്ണാസ്. ആ 4 ഒന്നാണ് ഈ ശൂദ്രാസ് എന്ന് പറയുന്നത്. അതിശൂദ്രാസ് എന്ന് പറയുമ്പോഴേക്കും അവർണർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവരെക്കാളും വീണ്ടും കുറച്ചും കൂടി കഷ്ടത അനുഭവിച്ച, മാർജിനലൈസ് ചെയ്യപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ അൺടച്ചബിൾസ് എന്നൊക്കെ അന്നത്തെ കാലത്ത് കണക്കാക്കിയിരുന്ന ആൾക്കാർ. അതാണ് ശൂദ്രാസും അതിശൂദ്രാസും തമ്മിലുള്ള വ്യത്യാസം. അതേപോലെ വിമൻ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്, അങ്ങനെയുള്ളവരെയൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജ്യോതിബായ് പൂലെ കൊണ്ടുവന്നതാണ് സത്യശോധക് സമാജ്. വൈക്കം സത്യാഗ്രഹ, ശരിക്കും ലീഡർ ഓഫ് വൈക്കം സത്യാഗ്രഹ ടി.കെ. മാധവൻ, കെ. കേളപ്പൻ എന്നിവരാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് നമ്മുടെ നാരായണ ഗുരു ആയിട്ട് വന്നു എന്ന് വെച്ചാല്, വൈക്കം സത്യാഗ്രഹ എന്താന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്താ വൈക്കം സത്യാഗ്രഹ? എന്തായിരുന്നു ശരിക്കും അത്? ലൈക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു? അറിയാമോ? ടെമ്പിൾ എൻട്രി. അതെ, ടെമ്പിൾ എൻട്രിക്കായിരുന്നു വൈക്കം സത്യാഗ്രഹ. വൈക്കത്തെ ക്ഷേത്രത്തില് ശ്രീനാരായണ ഗുരു അല്ല, ഈ നമ്മുടെ ടി.കെ. മാധവൻ നയിക്കുന്ന ആ ഒരു, പിന്നെ കുറെ മറ്റ് പല കമ്മ്യൂണിറ്റീസിൽ നിന്നുമുള്ള ആൾക്കാരൊക്കെ ചേർന്ന് ടെമ്പിൾ എൻട്രി നടത്തിയതാണ്. എല്ലാവർക്കും ടെമ്പിള് കയറാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളൊരു അവരുടെ ആ ഒരു റൈറ്റിനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു വൈക്കം സത്യാഗ്രഹ. അതിനൊക്കെ മുന്നേ തന്നെ 1888 ശ്രീനാരായണ ഗുരു നടത്തിയ ഒരു മൂവ്മെന്റ് ആണ് അരുവിപ്പുറം ടെമ്പിൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അരുവിപ്പുറം ടെമ്പിൾ കോൺസെൻട്രേഷനിലാണ് നമ്മുടെ ഗുരു എന്ത് ചെയ്തത്? തിരുവനന്തപുരത്താണ് ഈ അരുവിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. വന്നിട്ട് ഒരു റോക്ക് കൊണ്ട് ഉണ്ടാക്കിയ ശിവയുടെ ഐഡിൽ പ്രതിഷ്ഠിച്ചു. അതിന്റെ അർത്ഥം എല്ലാവർക്കും ഉള്ളതാണ് ശിവൻ എന്നുള്ളൊരു അർത്ഥത്തില് ശിവന്റെ അറിയാലോ, അതിനു മുന്നേയൊക്കെ ഓരോ ജാതിക്കാർക്കും പ്രവേശനമുണ്ട്, ചില ജാതിക്കാർക്ക് പ്രവേശനമില്ല, അങ്ങനെയൊക്കെ അല്ലായിരുന്നു. അപ്പം അങ്ങനെയില്ല, എല്ലാവർക്കും ഉള്ളതാണ് ശിവൻ എന്നുള്ളൊരു ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുരു എന്ത് ചെയ്തു? ഒരു ശിവന്റെ ഐഡൽ പ്രതിമ എടുത്ത് കൊണ്ടുവച്ചു അരുവിപ്പുറം ക്ഷേത്രത്തിൽ. അതാണ് അരുവിപ്പുറം ടെമ്പിൾ കോൺസെൻട്രേഷൻ. അതിന്റെ ഒരു പിന്നീട് അതിനെ ഫോളോ ചെയ്ത് വന്ന ഒരു മൂവ്മെന്റ് എന്ന രീതിയിലാണ് വൈക്കം സത്യാഗ്രഹത്തിനെ നമ്മൾ നാരായണ ഗുരുവായിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ മഹിമധർമ്മ ഒഡീഷയിലുള്ള ഒരു അതൊരു റിലീജിയനും ആണ്, അതേപോലെ തന്നെ ഒരു സൊസൈറ്റി, നമ്മുടെ ഈ സത്യശോധക് സമാജ് ഒക്കെ പറയുന്ന പോലെ ഒരു സോഷ്യൽ മൂവ്മെന്റും കൂടിയാണ്. റിലീജിയസ് കം സോഷ്യൽ മൂവ്മെന്റ് ആണ് ഈ ഭീമ ബോയ് എന്ന് പറയുന്നത്. അതിന്റെ പ്രൊപ്പഗേറ്റർ ആണ് നമ്മുടെ ഭീമ ബോയ് എന്ന് പറയുന്ന ആള്. ഭീമ ബോയ് എന്ന് പറയുന്നത് ഒരു പോയറ്റ് ആണ്. ശരിക്കും അതിന്റെ ഫൗണ്ടർ പക്ഷെ ഭീമ ബോയ് അല്ല, എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല, പക്ഷെ ഒരു സെയിന്റ് ആണ് ശരിക്കും ഈ മഹിമധർമ്മയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഭീമ ബോയ് ആണ് മഹിമധർമ്മയായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാറുള്ളത്. അതുകൊണ്ട് ആളുടെ പേരാണ് ഈ ക്വസ്റ്റ്യനിലും കൊടുത്തേക്കുന്നത്. ഇതൊരു കാസ്റ്റിനെതിരായിട്ട് കൊണ്ടുവന്ന റീഫോം ആയിരുന്നു. ഇവര് ഐഡൽ വർഷിപ്പിനെ റിജക്ട് ചെയ്തിട്ട് പകരം എല്ലാരും ഈക്വൽ ആണ്, അങ്ങനെ ഒരു ദൈവം ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ല, പകരം എല്ലാവരും ദൈവമാണ്. അതാണ് മോണോതീസ്റ്റിക്. ശരിക്കും മോണോതീസ്റ്റിക് അല്ല, മോണിസം ആണ്, ഒരു അൾട്ടിമേറ്റ് റിയാലിറ്റിയേ ഉള്ളൂ. അതിന്റെ അണ്ടറിലാണ് എല്ലാവരും വരുന്നത്, എല്ലാവരും ഈക്വൽ ആണെന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് ആയിരുന്നു. അങ്ങനെ ഒരു റിലീജിയൻ കം സോഷ്യൽ റീഫോം ആണ് ഈ മഹിമധർമ്മ എന്ന് പറയുന്നത്. ആൻഡ് ത്രൈത്തവാദ എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഫൗണ്ടേഷൻ ഓഫ് ഗോഡ്, ഹ്യൂമൻ ഡ്യൂട്ടി, നോളജ്, ദൈവവും ധർമ്മവും ജ്ഞാനവും, ഈ മൂന്നും കൂടി ചേരുന്ന ഒരു എത്തിക്കൽ ലിവിങ്ങിന്റെ ബേസിസ്. അത്രേ ഉള്ളൂ. ത്രൈതവാദം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക് അല്ല, സ്വാമി ദയാനന്ദ സരസ്വതിയിൽ വരുന്ന ഒരു ടോപ്പിക് അല്ല. പിന്നെ ഈ 4 ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോഴേക്കും ഇവർ തമ്മിലാണ് കൂടുതൽ മാച്ച് ചെയ്യുന്നത്. അതിന്റെ ബേസിസിൽ നമുക്ക് സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ത്രൈത്തവാദം എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കിയോ? മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ അതോ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ബാക്കി രണ്ടുപേരുടെയും കേൾക്കാനില്ല. എടാ, അത് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പം ഈ മഹിമധർമ്മയൊക്കെ കഴിഞ്ഞ സൈക്കിൾ മുതൽ വന്ന സാധനമാണ്. ഈ ബാക്കി ഞാൻ പറഞ്ഞ ത്രൈത്തവാദ
പോലെയുള്ള സാധനങ്ങൾക്കൊന്നും നമുക്ക് സിലബസിൽ ഇതുവരെ ഇല്ല. അതൊക്കെ നമ്മൾ പിന്നെ ഓപ്ഷൻസിലെ ഏറ്റവും കൂടുതൽ അനുയോജ്യം ഇത് രണ്ടും അല്ല മാച്ച് ചെയ്യുന്നത് ഇത് രണ്ടും ആയതുകൊണ്ട് നമ്മൾ അതിനെ എടുത്തിട്ട് അതിന്റെ രീതിയിൽ ഒരു ഡെഫിനേഷൻ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. അതാണ് ഈ PYQs കൂടുതൽ ചെയ്യാന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും ഇല്ല ചെയ്യാൻ. ജ്യോതിബ പൂലയുടെ നോട്ടില്ലേ? ജ്യോതിബ പൂലയുടെ നോട്ട് ജ്യോതിബ പൂല ഒന്ന് നോക്കി വെച്ചേക്കട്ടോ. അത് ആളുടെ നോട്ട് ഉണ്ടെന്ന് എനിക്കും തോന്നുന്നത്. ആള് നമ്മുടെ സിലബസിൽ ഉണ്ടായിരുന്നതാ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സത്യശോധക് ധർമ്മ അല്ലെ? ജ്യോതിബ പൂലയിൽ സാധാരണ പറയുന്നത് സത്യശോധക് ധർമ്മ അല്ല, നമ്മൾ മറ്റുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം PYQ ചെയ്ത് ഓരോ തവണയും ചോദിക്കുന്ന ചോദ്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ. ഇവരെന്ത് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് ആൽബർട്ട് ഷ്വൈറ്റ്സർ ഉണ്ട്, ലിയോപോൾഡ് ഉണ്ട്, ലെവ്ലോക്ക് ഉണ്ട്, ആർനേനേസ് ഉണ്ട്. ഈ 4 പേരിലും ഏതൊക്കെയാണ് സ്യൂട്ട് ആവുന്നത്? നിങ്ങൾക്ക് ആരുടെ അറിയാമോ അത് മാച്ച് ചെയ്ത് പറഞ്ഞാൽ മതി. ഇപ്പം എയുടെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഏത് നമ്പർ ആയിട്ടാണ് മാച്ചിങ്. അങ്ങനെ B3 ലിയോപോൾഡ് ലാൻഡത്തിക്സ് കറക്റ്റ് ആണ്. ലിയോപോൾഡിന്റെ ആണ് ലാൻഡത്തിക്സ്. അതാ ജ്യോതിബ ഫൂലയുടെ വിമൻ എഡ്യൂക്കേഷനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സാധാരണ നമ്മുടെ സിലബസിൽ കാണുന്നത്. കറക്റ്റാ. ലിയോപോൾഡിൽ ആർനേനേസ് എവിടെയുള്ളത് അതും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. D2 അതെ, ആർനേനേസിന്റെ ആണ് ഡീപ് എക്കോളജി. യെസ് കറക്റ്റാ. ആൽബർട്ട് ഷ്വൈറ്റ്സർ ലെവ്ലോക്ക് ചിലപ്പം ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും. ആൽബർട്ട് ഷ്വൈറ്റ്സറിന്റേതാണ് റെഫറൻസ് ഫോർ ലൈഫ്, ലെവ്ലോക്കിന്റെ ആണ് ഗായ ഹൈപ്പോത്തിസിസ്. എന്താ നമുക്ക് നോക്കാം. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ആൽബർട്ട് ഷ്വൈറ്റ്സറിന്റെ ആണ് റെഫറൻസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ്. അതായത് എല്ലാ ആൾക്കാരും ഒരേപോലെയാണ്. എല്ലാ ലിവിംഗ് ബീങ്സും, മനുഷ്യർ മാത്രമല്ല എല്ലാ ജീവനുള്ള എല്ലാ സാധനങ്ങൾക്കും ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. നമ്മൾ എല്ലാത്തിനും റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ് ഷ്വൈറ്റ്സറിന്റെ റെഫറൻസ് ഫോർ ഓൾ ലിവിംഗ് ബീങ്സ് എന്ന് പറയുന്നത്. ആൽഡോ ലിയോപോൾഡിന്റെ ആണ് ലാൻഡ് എത്തിക്സ്. അവിടെ ലാൻഡ്, എക്കോസിസ്റ്റം, ബയോട്ടിക് കമ്മ്യൂണിറ്റി അതിനെപ്പറ്റി ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ജെയിംസ് ലവ്ലോക്കിന്റെ ആണ് ഗായ ഹൈപ്പോത്തിസിസ്. എർത്ത് ഒരു സെൽഫ് റെഗുലേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹൃദയില്ലേ, ഏകദേശം അതേപോലെയൊക്കെയാണ് ഈ ഗായ ഹൈപ്പോത്തിസിസ്. ഗായ ശരിക്കും ഒരു ഗ്രീക്ക് ഗോഡസ് ആ. എർത്തിന്റെ ഗോഡസിനെയാണ് ഗായ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു യൂണിറ്ററി ആയിട്ട് ഒരു ഗോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട്, അതാണ് എർത്ത്. ആ എർത്തിന് സെൽഫായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എർത്തിന്റെ സസ്റ്റനൻസിന് വേണ്ടിയിട്ടാണ് ബാക്കിയെല്ലാം ഉള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗായ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. പിന്നെ ആർനേനസ് നിങ്ങൾക്ക് അറിയാലോ, ഡീപ് എക്കോളജി. അതായത് മനുഷ്യർക്ക് ഉള്ള ഉപകാരത്തിനല്ല നമ്മൾ പ്രകൃതിനെ സംരക്ഷിക്കേണ്ടത്, പകരം നേച്ചറിന് അതിൻ്റെതായ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ടെന്ന് പറയുന്നതാണ് ഡീപ് എക്കോളജി. ഷാലോ എക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മള് എക്കോളജി അല്ലെങ്കിൽ പ്രകൃതിനെ കൺസർവ് ചെയ്യണം, പക്ഷെ എന്തുകൊണ്ടാണ്? നമുക്ക് അതുകൊണ്ട് എന്തോ ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടാണ്. അതേസമയം ഡീപ് എക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറസ്പെക്ടീവ് ഓഫ് ഹ്യൂമൻസ് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളതൊന്നും അല്ല, പകരം നേച്ചർ ഹാസ് ഇറ്റ്സ് ഓൺ ഇൻട്രിൻസിക് വാല്യൂ. അതുകൊണ്ട് നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത് ഡീപ് എക്കോളജി. അതിന്റെ ഫോറണ്ണർ ആണ് ആർനേനസ്. ഇതൊക്കെ ക്ലിയർ ആണോ? ഇത് ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദി പ്രോപ്പർ പ്രോഗ്രഷൻ റിസർച്ച് ഫിനോമിനോളജിക്കൽ എൻഗേജ്മെന്റ്. ഇതിനെ ഈ 4 എണ്ണം ഉണ്ടല്ലോ, ABCD, ഇതിനെ നിങ്ങൾ ഓർഡറിലാക്കാനാണ് ക്വസ്റ്റ്യൻ. ഇത് 4 എണ്ണത്തിനും ഓർഡറിലാക്കുക. ഒന്നിനെയും എലിമിനേറ്റ് ചെയ്യാനല്ല, പകരം ഓർഡറിലാക്കുക. ഏത് ആദ്യമേ വരും എന്നുള്ള ഓർഡർ എഴുതുക. B ഫസ്റ്റും C ലാസ്റ്റും. അല്ല, ഇന്റൻഷനാലിറ്റി അല്ല ഫസ്റ്റ് വരുന്നത്. ഒന്നുകൂടി നോക്കിക്കേ. ഇതിൽ നിങ്ങൾക്ക് കേട്ട് നല്ല പരിചയമുള്ള ഒരു വാക്കുണ്ട്. C ലാസ്റ്റ് കറക്റ്റ് ആണ്. ലൈഫ് വേൾഡിലാണ് ലാസ്റ്റ് വരുന്നത്. ഈപ്പോക്ക് ആണ് ഫസ്റ്റ് വരുന്നത്. ഈപ്പോക്ക് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈപ്പോക്ക് എന്ന് വിളിക്കാൻ തൽക്കാലം. ഈപ്പോക്ക് ആണ് ഫസ്റ്റ് വരുന്നത്.
ഈപ്പോക്ക് കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് ഏതായിരിക്കും? ബി ആയിരിക്കോ ഡി ആയിരിക്കോ? എ ഡി ബി സി. അല്ല, രണ്ടെണ്ണം തമ്മിൽ തിരിഞ്ഞുപോയി. എ ബി ഡി സി ആണ് കറക്റ്റ് ആൻസർ. ആദ്യമേ ഈപ്പോക്കും, അത് കഴിഞ്ഞ് ട്രാൻസെൻഡന്റൽ ഈഗോയും, പിന്നെ ഇന്റൻഷനാലിറ്റിയും, പിന്നെ ലൈഫ് വേൾഡും ആണ് വരുന്നത്. ഈപോക്ക് എന്ന് പറഞ്ഞാല് നമ്മളെ ബ്രാക്കറ്റിംഗ് നിങ്ങൾക്ക് ഓൾറെഡി ആ വാക്ക് ഫെമിലിയർ ആയിരിക്കില്ല. ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് ഈപോക്ക് എന്ന് പറയുന്നത്. അവിടെ വേൾഡിനെ പറ്റിയിട്ടുള്ള നമ്മുടെ അസംഷൻസ് എല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യുവാണ്. നമുക്ക് എന്തൊക്കെ അറിയാം ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തി ഫിനമിനോളജിക്കൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കയറുന്ന ആ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പാണ് ഈപോക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ഈപോക്ക് ആയിരിക്കും എപ്പോഴും. ഈ ഫിനമിനോളജിക്കൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഫിനമിനോളജിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഈപോക്ക് അല്ലെങ്കിൽ ബ്രാക്കറ്റിംഗ് ആണ്. അതെ, അങ്ങനെ നമ്മൾ ഈ ബ്രാക്കറ്റിംഗ് ചെയ്യുമ്പം നമുക്ക് ബാക്കി വരുന്ന നമ്മുടെ ഒരു സെൽഫ് ഉണ്ട്. അതാണ് ട്രാൻസെൻഡന്റൽ ഈഗോ എന്ന് പറയുന്നത്. അതായത് ബാക്കിയുള്ള എല്ലാ ചുറ്റുമുള്ള അസംഷൻസിനെയൊക്കെ വെടിഞ്ഞ് അതൊക്കെ ഇല്ലാണ്ടായി കഴിയുമ്പം പിന്നെ നമുക്ക് പ്യുവർ സബ്ജക്ട് ഓഫ് കോൺഷ്യസ്നെസ് മാത്രമേ വരത്തുള്ളൂ. അതാണ് ട്രാൻസെൻഡന്റൽ ഈഗോ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ഇന്റൻഷനാലിറ്റി. ഈ ട്രാൻസെൻഡന്റൽ ഈഗോ ശരിക്കും ആ പ്യുവർ സെൽഫ് അവിടെ ഉണ്ടല്ലോ, ആ സാധനം നമ്മുടെ ലോകത്തിനെ അറിയണമെങ്കിൽ, അതായത് ലൈഫ് വേൾഡിനെ അറിയണമെന്നുണ്ടെങ്കിൽ നടുക്കുള്ള സ്റ്റെപ്പാണ് ഇന്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. എന്തിനാണോ നമ്മൾക്ക് അറിയേണ്ടത്, നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ് നമ്മൾ എന്തിലേക്കാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്, അതാണ് ഇന്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഇന്റൻഷനാലിറ്റിയിൽ അത് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണ് ലൈഫ് വേൾഡ്. അങ്ങനെയാണ് അവസാനം നമ്മൾ ബാക്കി കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുന്നത്, ലൈഫ് വേൾഡിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ 4 പ്രോസസ് ഓക്കെ ആണോ? ആദ്യമേ ഈപോക്ക് അല്ലെങ്കിൽ ബ്രാക്കറ്റിംഗ്, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബാക്കി വരുന്ന സംഭവമാണ് നമ്മുടെ ട്രാൻസെൻഡന്റൽ ഈഗോ. ആ ഈഗോനെ നമ്മൾ ഇന്റൻഷനാലിറ്റി വഴി ലൈഫ് വേൾഡിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഓക്കെ ആണോ ഇത്? കണ്ടന്റ് ഓക്കെയാണ്. അപ്പം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ബ്രാക്കറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാ. എങ്ങനെ പോയാലും ഈപോക്കാണ് ഫസ്റ്റത്തെ നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ബ്രാക്കറ്റിംഗും ഈപോക്കും രണ്ടും സെയിം ആണ്. ഇതാണ് ആദ്യമേ സംഭവിക്കുന്നത്. ഈ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാക്കി എല്ലാ അസംഷൻസും ഡ്രോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മിച്ചം വരുന്നതാണ് നമ്മുടെ ട്രാൻസെൻഡന്റൽ ഈഗോ എന്ന് പറയുന്നത്, ആ പ്യുവർ സെൽഫ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. പുറത്തുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി വരുന്നത് നമ്മുടെ ട്രാൻസെൻഡന്റൽ സെൽഫ് ആണ്. ഈ ട്രാൻസെൻഡന്റൽ സെൽഫിനെ ലൈഫ് വേൾഡിലേക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, അതായത് ചുറ്റുമുള്ള ലോകങ്ങളെ പറ്റിയുള്ള ഒരു പ്യുവർ നോളജ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതിന്റെ രണ്ടിന്റെ നടുക്കുള്ള പ്രോസസ്സാണ് ഇന്റൻഷനാലിറ്റി. ആ പ്രോസസ്സിൽ നമ്മൾ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാണ്. അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ഇന്റൻഷനാലിറ്റി എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ലൈഫ് വേൾഡിനെ പറ്റിയിട്ടുള്ള നോളജ് കിട്ടുന്നത്, എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഇപ്പൊ ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വായിച്ചു നോക്കുമ്പോഴേക്കും ചിലപ്പം കുറച്ചുകൂടി ക്ലിയർ ആവുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അദാതോ ബ്രഹ്മ ജിജ്ഞാസ ഇസ് ടേക്കൺ ഫ്രം ദി പ്രൈമറി ടെക്സ്റ്റ് കോൾ. എന്ത് തോന്നുന്നു, ഈ അദാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് ഏത് ടെക്സ്റ്റിൽ നിന്ന് എടുത്തതായിരിക്കും? അഥർവവേദയാണോ, ഉപനിഷത്താണോ, ഭഗവത്ഗീതയാണോ, ബ്രഹ്മസൂത്രയാണോ? ഏതായിരിക്കും? ഇതിപ്പം ഈ ഒരു ചോദ്യം ഇല്ലേ, ഇങ്ങനൊരു വേഴ്സ് തന്നിട്ട്, സാൻസ്കൃതിൽ ഒരു വേഴ്സ് തന്നിട്ട് അത് ഏത് ടെക്സ്റ്റിൽ നിന്ന് എടുത്തയാന്ന് പറയാനുള്ള ക്വസ്റ്റ്യൻ, ഇതേപോലത്തെ ഒരു 3-4 ചോദ്യങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ എക്സാമിന് തന്നെ ജൂൺ 2025 തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സെയിം സാധനങ്ങളായിരിക്കില്ല ഓബിയസ്ലി, വേറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. പക്ഷെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാതോ ബ്രഹ്മ ജിജ്ഞാസ, ഇത് ബ്രഹ്മസൂത്രയിൽ നിന്ന് എടുത്തിട്ടുള്ള വേഴ്സ് ആണ്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാല്
നൗ ദെയർഫോർ ബിഗിൻസ് ദി എൻക്വയറി ഇൻ ടു ബ്രഹ്മൻ. ഇനി ബ്രഹ്മനെ പറ്റിയിട്ടുള്ള അന്വേഷണം തുടങ്ങുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാദരായന എഴുതിയ ബ്രഹ്മസൂത്രയുടെ ഓപ്പണിംഗ് ലൈൻ ആണ്, അതാതോ ബ്രഹ്മ ജിജ്ഞാസ. ഞാൻ ബാക്കിയുള്ള ഈ സാൻസ്ക്രിറ്റ് വേഴ്സസിന് വരുന്ന ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇതിന് എടുക്കാൻ കാരണം ബ്രഹ്മസൂത്ര ആരാണ് എഴുതിയത് എന്നുള്ളൊരു അഡീഷണൽ നോളജ് എങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എടുത്തത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാം കൂടി കാണാണ്ട് പഠിക്കാൻ പറ്റില്ല, ഈ സാൻസ്ക്രിറ്റ് വേഴ്സസ് ഒക്കെ. അപ്പം നിങ്ങൾക്കൊരു ഗസ് വർക്ക് ചെയ്യാന്നല്ലാതെ വേറെ വഴിയില്ല. പിന്നെ എവിടെയെങ്കിലും വെച്ച് വല്ല സാൻസ്ക്രിറ്റ് വേഴ്സസ് കാണുകയാണെങ്കിൽ ഒക്കെ നോക്കി വെച്ചോ. ഈ ക്വസ്റ്റ്യൻ മാറ്റട്ടെ? വേറെ ഇതൊന്നും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ക്വസ്റ്റ്യനില്? ഇല്ലല്ലോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇങ്ങനത്തെ ചോദ്യങ്ങളില്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 ജസ്റ്റിസിനെ പറ്റിയിട്ടും ലിസ്റ്റ് 2 കുറച്ച് ടൈപ്സ് ഓഫ് തിയറീസും ആണ്. ഫസ്റ്റിൽ പറയുന്നത് ജസ്റ്റിസ് ആസ് ഷേപ്പ് ബൈ ഫ്രീ മാർക്കറ്റ്, ജസ്റ്റിസ് ആസ് ടു അഫേം ഗ്രൂപ്പ് ഐഡന്റിറ്റി, ജസ്റ്റിസ് ആസ് എൻടൈറ്റിൽമെന്റ്, ജസ്റ്റിസ് ആസ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പുറത്തേല് മൾട്ടി കൾച്ചറലിസം, കമ്മ്യൂണിറ്റേറിയനിസം, ലിബറലിസം, ലിബർട്ടേറിയനിസം. നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ മാച്ച് ചെയ്ത ഇതിനകത്ത്? ഏതെങ്കിലും? C4 ജസ്റ്റിസ് ആസ് എൻടൈറ്റിൽമെന്റ്, ലിബർട്ടേറിയനിസം. അല്ലടാ, C4 അല്ല. A4 കറക്റ്റ് ആണ്. ജസ്റ്റിസ് ആസ് ഷേപ്പ് ബൈ ഫ്രീ മാർക്കറ്റ് ആണ് ലിബർട്ടേറിയനിസം. A4 D1 ജസ്റ്റിസ് ആസ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ല, D1 അല്ല. A3 അല്ല, A4 ജസ്റ്റിസ് ആസ് ഷേപ്പ് ബൈ ഫ്രീ മാർക്കറ്റ്, ലിബർട്ടേറിയനിസം കറക്റ്റ് ആണ്. ഓക്കെ, ബാക്കി പറയാം എന്നാ. ജസ്റ്റിസ് ആസ് ഷേപ്പ് ബൈ ഫ്രീ മാർക്കറ്റ്, ലിബർട്ടേറിയനിസം ആണ്. അതായത് നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വാങ്ങിക്കുക, കാര്യങ്ങൾ സെല്ല് ചെയ്യുക, അധികം ടാക്സോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റിന്റെ ഇമ്പോസിഷൻസ് ഒന്നുമില്ല, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ഒരു ഫ്രീ മാർക്കറ്റ്, അതാണ് ശരിക്കും ലിബർട്ടേറിയനിസത്തിന്റെ വരുന്നത്. അതേപോലെ ജസ്റ്റിസ് ആസ് ടു അഫേം ഗ്രൂപ്പ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് മൾട്ടി കൾച്ചറലിസം ആണ്. അതായത് സ്റ്റേറ്റ് അംഗീകരിക്കുക, ഒരു ഗ്രൂപ്പിനെ സ്റ്റേറ്റ് അംഗീകരിക്കുക എന്നുള്ളൊരു ഐഡിയ ആണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ LGBTQ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇപ്പം സ്റ്റേറ്റ് അത് നോ മോർ ഒരു സിൻ അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല എന്നാണ് പ്രൊക്ലെയിം ചെയ്യുന്നത്, അന്ന് മുതലാണ് അതിന് ഒരു നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ള അവരുടെ ഒരു എക്സിസ്റ്റൻസിനെ എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു, അന്ന് മുതലായിരിക്കും അവർക്കും ആസ് ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യാൻ പറ്റുക, കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർക്കൊരു ഫ്രീഡം അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുക. സോ ആ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റിനെ അഫേം ചെയ്യുക, അതാണ് മൾട്ടി കൾച്ചറലിസം. പല തരത്തിലുള്ള പല കൾച്ചറിലുള്ള ആൾക്കാരുണ്ടാവും, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു തോട്ടാണത്. ജസ്റ്റിസ് ആസ് എൻടൈറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ചില അവകാശങ്ങളുണ്ട്, അതാണ് ജസ്റ്റിസ് ആസ് എൻടൈറ്റിൽമെന്റ് എന്ന് പറയുന്നത്. വി ഹാവ് സർട്ടൻ റൈറ്റ്സ് ആൻഡ് വി ആർ എൻടൈറ്റിൽഡ് ടു ദോസ് റൈറ്റ്സ്. അത് ലിബറലിസം ആണ്. ജസ്റ്റിസ് ആസ് ഷെയർഡ് അണ്ടർസ്റ്റാൻഡിങ് അത് കമ്മ്യൂണിറ്റേറിയനിസം ആണ്. ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ തമ്മിലുള്ള ഒരു സംഭവം ഉണ്ടാവില്ല, അതാണ് കമ്മ്യൂണിറ്റേറിയനിസം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലിബർട്ടേറിയനിസം നോസിക് ആണ് അതിന്റെ ഫോറണ്ണർ. നോസിക്കിന്റെ വർക്ക് ഏതാന്ന് പറഞ്ഞാൽ, നോസിക്കിന്റെ ഒരു ഫേമസ് വർക്കുണ്ട്, ഒരു ബുക്ക് ഉണ്ട്, അതിനകത്താണ് ലിബർട്ടേറിയനിസം ആള് പറയുന്നത്. ഏതാ?
നോസിക്കിന്റെ വർക്ക് ഏതാ? ടൈപ്പ് ചെയ്യുന്നതാണോ അതോ ജസ്റ്റിസ് ആസ് എൻടൈറ്റിൽമെന്റ്? ഈ എൻടൈറ്റിൽമെന്റിനെ പറ്റിയിട്ട് നോസിക്ക് പറയുന്ന ഒരു വേറൊരു ബുക്കും കൂടി ഉണ്ട്. അനാർക്കി സ്റ്റേറ്റ് ആൻഡ് യൂട്ടോപ്യ എന്ന് പറഞ്ഞ ഒരു ബുക്ക് കേട്ടിട്ടില്ലേ? അത് തന്നെ, അനാർക്കി സ്റ്റേറ്റ് ആൻഡ് യൂട്ടോപ്യ. ഈ പുസ്തകമാണ് എപ്പോഴും ചോദിക്കാറ്, മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരുന്ന ബുക്ക് ഇതാണ്. ഇതിനകത്താണ് ഈ ലിബർട്ടേറിയനിസം എന്ന് പറഞ്ഞ ഒരു ഐഡിയ ഒക്കെ ആള് പറയുന്നത്. പിന്നെ മൾട്ടി കൾച്ചറലിസം. മൾട്ടി കൾച്ചറലിസത്തിന്റെ ഫോറണ്ണർ വിൽ കിംലിക്ക എന്ന് പറഞ്ഞ ഒരു ആളും പിന്നെ മൈക്കിൾ സാൻഡലൊക്കെയാണ് മൾട്ടി കൾച്ചറലിസത്തിനെ പറ്റി പറയാറുള്ളത്. അതായത് ഓരോ കൾച്ചറും ഡിഫറെന്റ് ആണ്, എല്ലാത്തിനെയും റെക്കഗ്നൈസ് ചെയ്യണം എന്ന് പറയുന്ന സാധനം. ലിബറലിസം എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ റൈറ്റ്സും എൻടൈറ്റിൽമെന്റും ഉണ്ട് എന്ന് പറയുന്നത് ലിബറലിസം. കമ്മ്യൂണിറ്റേറിയനിസം വീണ്ടും മൈക്കിൾ സാൻഡലും പിന്നെ മെക്കിൻഡയറും ഒക്കെയാണ്, അലസദേൻ മെക്കിൻഡയറും ഒക്കെയാണ് വരുന്നത്. അതിൽ പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളവർ തമ്മിൽ ഒരു ഷെയർഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, ഒരു കുറച്ച് വാല്യൂസ് ഉണ്ട്. അതാണ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജസ്റ്റിസ് എന്ന് പറയുന്നതാണ് കമ്മ്യൂണിറ്റേറിയനിസം. നാലും ക്ലിയർ ആണോ? ഈ നാലും തമ്മിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലിബറലിസം ബെർണാഡ് വില്യംസ് ആണോ? ലിബറലിസം അത് ബെർണാഡ് വില്യംസിന്റെ പേര് ഞാനും അങ്ങനെ കേട്ടിട്ടില്ല, നോക്കട്ടെ. ലിബറലിസം അല്ലാന്ന് തോന്നുന്നു ബെർണാഡിന്റെ മെയിൻ ആയിട്ടുള്ള കോൺസെപ്റ്റ്. എനിക്കത് അറിയില്ല, അത് ഒന്ന് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ഓക്കെ, സാരില്ല. ഓക്കെ, ലിബറലിസം ഇല്ല, അത് ബെർണാഡ് വില്യംസിന്റെ ലിബറലിസം എനിക്കും ആ കോൺസെപ്റ്റ് അത്ര ക്ലിയർ അല്ല. അതൊന്നും കൂടി ഞാനും നോക്കാം, ഒന്ന് നോക്കി കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചോ. നമുക്ക് അവരെന്ത് ഏത് തവണ ചോദിക്കുന്നു പറയാൻ പറ്റില്ല. അപ്പം മാക്സിമം എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് ആയിട്ടൊക്കെ വരുന്നോ, അല്ലെങ്കിൽ അത് എന്നോട് ഇപ്പം ചോദിച്ചോ, അല്ലെങ്കിൽ അതൊക്കെ എഴുതി വെച്ചിട്ട് ക്ലിയർ ആക്കി തന്നെ പൊക്കോ. എപ്പൊ എന്താണേലും ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കാന്റിനെ പറ്റിയിട്ടാണ്. ഈ 5 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെ കാന്റ് പറഞ്ഞതാണ്, ഏതൊക്കെ ട്രൂ ആണ്, ട്രൂ അല്ല എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഏതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു അതിന്റെ ആൻസേഴ്സ് ഏതോ 2 എണ്ണം മാത്രമേ നിങ്ങൾക്ക് എളുപ്പമാക്കി തരാം. ഈ 5 എണ്ണത്തിൽ ഏതോ 2 എണ്ണം മാത്രമേ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ചെയ്തോ. എയും ബിയും ഓപ്ഷനിലുണ്ട്. കറക്റ്റ് ആണോ നോക്കട്ടെ. അല്ല, കറക്റ്റ് അല്ല. എ വരത്തില്ലല്ലോ. ഒന്നുകൂടി നോക്കിക്കേ, എ വരത്തില്ല. ബി കറക്റ്റ് ആണ്, ബി വരും, എ വരത്തില്ല. സിയും വരും, ബിയും വരും, സിയും വരും. അതെ, ബിയും സിയും ആണ് കറക്റ്റ് ആൻസർ. ഗുഡ് വിൽ അക്കോർഡിംഗ് ടു കാന്റ് ഈസ് ഗൈഡഡ് ബൈ ദി കണ്ടീഷൻസ് ഓൺ വിച്ച് മാൻ ഈസ് പോസിറ്റഡ് എന്ന് പറയുമ്പോഴേക്കും മനുഷ്യൻ അപ്പം ഏത് സാഹചര്യമാണോ അതനുസരിച്ചാണ് ഗുഡ് വിൽ, അതനുസരിച്ചാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അതൊരു യൂണിവേഴ്സലോ അല്ല എന്നല്ലേ. കാന്റിനെ സംബന്ധിച്ച് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനമാണ്. അൾട്ടിമേറ്റ് ഗുഡ് എന്ന് പറയുന്നത് ഗുഡ് വിൽ എന്നാണ് കാന്റ് പറയുന്നത്. സോ ഗുഡ് വില്ല് ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാറുന്ന ഒന്നല്ല, പകരം യൂണിവേഴ്സൽ ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വരത്തില്ല. ബിയും സിയും നിങ്ങൾ പറഞ്ഞല്ലോ വരും. ഗുഡ് വില്ലിന്റെ മോട്ടീവ് എന്താണ്? ഡൂയിങ് അവർ ഡ്യൂട്ടി ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ സാധനം. അതെ, വേറെ വിത്തൗട്ട് എനി അതർ ഡിസൈഡ്സ്. നമ്മുടെ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് ആണ് കാന്റിന്റേത്. അതായത് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്, ആ ഡ്യൂട്ടി എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ബി വരുന്നുണ്ട്.
അതേപോലെ സി, ഒരു ജെനുവിൻ മോറൽ ഇമ്പറേറ്റീവ് ആണോ ഇല്ലയോ നോക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അതിനെ യൂണിവേഴ്സലൈസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ബേസിസിലാണ്. ഒരു കാര്യം യൂണിവേഴ്സലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഒരു മോറൽ ഇമ്പറേറ്റീവ് ആണെന്നാണ്. സോ ബിയും സിയും വരും. However, Kant also recognizes aberrations to goodwill, what he calls the weakness of will. ഈ അബറേഷൻസ് എന്ന് വെച്ചാൽ ഒരു പാളിച്ച അല്ലെങ്കിൽ ഒരു ചേഞ്ച്. അതായത് ചില സമയത്ത് ഗുഡ് വിൽ എന്ന് പറയുന്നത് മാറാൻ പറ്റും, അല്ലെങ്കിൽ ഗുഡ് വില്ലിന് ഒരു ചെറിയ പാളിച്ച പറ്റും. അതിനെയാണ് വീക്ക്നെസ് ഓഫ് വിൽ എന്ന് വിളിക്കുന്നതെന്ന് കാന്റ് പറയുന്നുണ്ട്. അത് ശരിക്കും തെറ്റാണ്. കാരണം ഗുഡ് വില്ലിന് അങ്ങനെ ഒരു പാളിച്ച വരില്ല. കാരണം ഗുഡ് വിൽ ഈസ് ദ അൾട്ടിമേറ്റ് ഫോം ഓഫ് ഗുഡ്നെസ്. ഗുഡ് വില്ലിന് അങ്ങനെ ഒരു വീക്ക്നെസ് ഓഫ് വിൽ എന്ന് പറഞ്ഞൊരു സാധനം എഫക്ട് ചെയ്യത്തില്ല, അത്രയും സ്ട്രോങ് ആണ്. അതുകൊണ്ട് ഡി വരത്തില്ല. Therefore, according to Kant, hypothetical imperative is categorical imperative. അതും തെറ്റാണ്. ഹൈപ്പോത്തറ്റിക്കൽ ഇമ്പറേറ്റീവ് വേറെ, കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് വേറെ. ഹൈപ്പോത്തറ്റിക്കൽ ഇമ്പറേറ്റീവ് എന്താ? നമ്മളൊരു കാര്യം നിനക്ക് നാളെ നിനക്ക് നല്ല ഹെൽത്തി പല്ല് വേണം, അപ്പം നിങ്ങൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ആവശ്യമുണ്ടെങ്കിൽ, ഒരു എൻഡ് ഉണ്ടെങ്കിൽ അതിന് ഇന്ന മീൻസ് സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ഹൈപ്പോത്തറ്റിക്കൽ ഇമ്പറേറ്റീവ്. കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് ആണ് മോറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്, നമ്മൾ യൂണിവേഴ്സലൈസബിൾ ആയിട്ടുള്ള, നമ്മൾ മറ്റൊരാളെ കൊല്ലാൻ പാടില്ല, നമ്മൾ വയലൻസ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെയുള്ള മോറൽ സ്റ്റേറ്റ്മെന്റ്സ് കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് ആണ്. രണ്ടും രണ്ട് സാധനങ്ങളാണ്. അപ്പം നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ബിയും സിയും ആണ് കറക്റ്റ്. കണ്ടീഷണലും അൺകണ്ടീഷണലും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ ഇതിന്? ഇച്ചിരി സ്പീഡ് ആക്കുന്നു, ടൈപ്പ് ചെയ്യാൻ സമയം തരുന്നില്ല എന്ന് എനിക്കറിയാം. നമുക്ക് ടൈം ഓൾറെഡി 8 മണിയായി. ഇനി 1 മണിക്കൂർ കൊണ്ട് 50 ക്വസ്റ്റ്യൻ എന്തായാലും തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും മാക്സിമം തീർക്കണം, അതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ന്യായ സ്കൂൾ ഓഫ് ഫിലോസഫി ദ ടു ഐഡിയൽസ് ഓപ്പൺ ടു ഹ്യൂമൻ ബീങ്സ് ആർ. ന്യായ പറയുന്നതനുസരിച്ച് ഹ്യൂമൻ ബീങ്സിന്റെ 2 ഐഡിയൽസ്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾസ് എന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഭ്യുദായ ആൻഡ് നിശ്രേയസ്, കാമ ആൻഡ് ധർമ്മ, ശ്രേയസ് ആൻഡ് പ്രേയസ്, ജീവൻ മുക്തി ആൻഡ് വിദേഹ മുക്തി. ഏതൊക്കെയായിരിക്കും? ശ്രേയസ് പ്രേയസ് അല്ലടാ, ഒന്നുകൂടി നോക്കിക്കേ. ശ്രേയസും പ്രേയസും പറയുന്നത് ബിയും അല്ല. ഇത് കൺഫ്യൂസിങ് ആണ് ഈ ക്വസ്റ്റ്യൻ. കാരണം നമ്മളെല്ലാം പരിചയമുള്ള ടേംസ് ആണ്. ശരിക്കും ഇതിൽ പിന്നെയും പരിചയം ഇല്ലാത്തത് ഈ അഭ്യുദായ, നിശ്രേയസ് എന്ന് പറഞ്ഞ ടേംസ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ കറക്റ്റ് ആൻസർ ഇതാണ്. ഇത് ക്വസ്റ്റ്യൻ ഇതാണ്, ന്യായ ഫിലോസഫിയിൽ പറയുന്ന ഏതൊക്കെയാണെന്നാണ്. ന്യായക്കകത്ത് പറയുന്നത് അഭ്യുദായനെയും നിശ്രേയസിനെയും പറ്റിയിട്ടാണ്. കാമ ധർമ്മ എന്ന് പറയുന്നതൊക്കെ നമ്മുടെ പുരുഷാർത്ഥയല്ലേ. അതേപോലെ ശ്രേയസ്സും പ്രേയസും അത് നമ്മുടെ കഥ ഉപനിഷത്തിലാണ് ശ്രേയസിനെയും പ്രേയസിനെയും പറ്റി പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് എവിടെയെങ്കിലും എഴുതി വെച്ചോ. യമ്മ നാച്ചികേത, ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷനിലാണ് ശ്രേയസിനെയും പ്രേയസിനെയും പറ്റി പറയുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത്. യമ്മ നാച്ചികേത, ശ്രേയസ് പ്രേയസ്, കഥ ഉപനിഷത്ത്. ഇത്രയും ഈ ടേംസ് ഇത്രയും നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ ജീവൻ മുക്തിയും വിദേഹ മുക്തിയും ഒക്കെ നമ്മുടെ അദ്വൈത വേദാന്തയിലാണ് പറയുന്നത്. ന്യായയിൽ ശരിക്കും പറയുന്നത് അഭ്യുദായനെയും നിശ്രേയസിനെയും പറ്റിയിട്ടാണ്. എന്താണ് അഭ്യുദായ, എന്താണ് നിശ്രേയസ് എന്ന് വെച്ചാല് നമ്മളുടെ വേർഡ്ലി ആയിട്ടുള്ള സക്സസ്, ഹാപ്പിനെസ്, പ്രോസ്പെരിറ്റി അതൊക്കെ നമുക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു നോളജിലൂടെ നമുക്ക് കിട്ടും. അത് അഭ്യുദായ. അതേസമയം ഹയസ്റ്റ് ലിബറേഷൻ അല്ലെങ്കിൽ ഹയസ്റ്റ് ഗുഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങള്, ബർത്ത് ഡെത്ത് സൈക്കിളിൽ നിന്നുള്ള ഒരു ഫ്രീഡം, അതൊക്കെ കിട്ടുന്നത് നമുക്ക് നിശ്രേയസ്, അതിനെയാണ് നിശ്രേയസ് എന്ന് പറയുന്നത്. അത് അൾട്ടിമേറ്റ് നോളജ് ആണ്. അതിൽ നിന്ന് മാത്രമാണ് നിശ്രേയസ് കിട്ടുന്നത്. ഈ 2 സാധനം, അതായത് ഒന്ന് വേർഡ്ലി നമുക്ക് സന്തോഷവും പ്രോസ്പെരിറ്റിയും കിട്ടാനുള്ള നോളജും, ഒന്ന് ഇത് കഴിഞ്ഞിട്ട് ഈ ഡെത്ത് എന്ന് പറഞ്ഞൊരു സാധനം കഴിഞ്ഞ് വീണ്ടും റീബർത്തിലേക്ക് കടക്കാതെ അതിൽ നിന്നും ആ ഒരു സൈക്കിളിൽ നിന്നും നമുക്ക് മോക്ഷം കിട്ടാനുള്ള നോളജും. അതാണ് അഭ്യുദായയും നിശ്രേയസും തമ്മിലുള്ള വ്യത്യാസം. ലിബറേഷൻ ആണ് അതിന്റെ അർത്ഥം. നമുക്ക് റൈറ്റ് നോളജ് ഉണ്ടെങ്കിൽ, അതായത് പ്രമ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ അഭ്യുദായയും അതിനുശേഷം നിശ്രേയസിലേക്കും എത്താൻ പറ്റുമെന്ന് ന്യായ പറയുന്നുണ്ട്. സോ അതാണ് ഇതിന്റെ ആൻസർ. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ടേംസ് എന്തെങ്കിലും? സ്പീഡ് കുറയ്ക്കണോ? നിശ്രേയസ് നിശ്രേയസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു മരണം ഉണ്ടല്ലോ, മരണത്തിന് ശേഷം നമുക്ക് വീണ്ടും, നമ്മുടെ ഇന്ത്യൻ ഫിലോസഫി പറയുന്നത് റീബർത്ത് ഉണ്ടെന്നല്ലേ. അപ്പം
വീണ്ടും ആ റീബർത്തിലേക്ക് ചെന്ന് പെടാതെ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലിബറേഷൻ കിട്ടുക, അതിന് വേണ്ടിയിട്ടുള്ള നോളജ് ആണ് നിസ്രേയസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിസ്രേയസ്? അൾട്ടിമേറ്റ് റിയാലിറ്റിനെ പറ്റിയിട്ടുള്ള നോളജ് അത്രേ ഉള്ളൂ. നിസ്രേയസ് ഏറ്റവും അവസാനത്തെ അൾട്ടിമേറ്റ് റിയാലിറ്റിയെ പറ്റിയിട്ടുള്ള നോളജ് ആണ്. അഭ്യുദായ ഈ വേൾഡ്ലി അഫയേഴ്സിനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള നോളജ്. ഓക്കെ അല്ലേ? സ്പീഡ് ഞാൻ കുറയ്ക്കണോ? സ്പീഡ് കുറയ്ക്കണോ? അഭ്യുദായ അങ്ങനെ നമ്മൾ ഒത്തിരി കേൾക്കാൻ വഴിയില്ലാത്ത ടേം ആണ് അഭ്യുദായ. ശരിയാ, അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ പുതുതായിട്ട് വരുന്ന കുറെ ടേംസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ സൈക്കിളില് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസിന്റെ എടുത്തേക്കുന്ന ഏരിയാസും ഡിഫറെന്റ് ആയിരുന്നു, അതേപോലെ വന്ന പാറ്റേണും ഡിഫറെന്റ് ആയിരുന്നു. കുറെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കുറെ ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. ഡിസംബർ സൈക്കിളില് എക്സാം ടഫ് ആവുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. പൊതുവെ എപ്പോഴും ജൂണിൽ കുറച്ചുകൂടി ടഫും ഡിസംബറിൽ കുറച്ചുകൂടി മോഡറേറ്റും ആണ്, അങ്ങനെയാണ് പറയാറ്. അങ്ങനെ തന്നെ 100% വരണം എന്നില്ല, പക്ഷെ ഒരു അതിന്റെ ഒരു രീതി അതാണ്. എപ്പോഴും ഡിസംബറിൽ മോഡറേറ്റും ജൂണിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ടും ആണ് സാധാരണ വരാറ്. ക്വസ്റ്റ്യൻ അത് ജൂൺ 25 ക്വസ്റ്റ്യൻ ഇച്ചിരി പാടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്ന് തോന്നുന്നു. കുറെ പുതിയ ഏരിയാസ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ ഈ ഹേത്വഭാഷയൊക്കെ ഉണ്ടല്ലോ, ഈ ഹേത്വഭാഷയൊക്കെ പഠിക്കുമ്പം നിങ്ങൾ ഇംഗ്ലീഷ് ഡെഫിനിഷൻ പഠിക്കാണ്ട്, ഇംഗ്ലീഷ് എക്സാമ്പിൾസ് പഠിക്കാണ്ട് മാക്സിമം സാൻസ്കൃതിയിൽ തന്നെ ആ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെച്ചോളൂ. കാരണം പേപ്പർ 1 അവർ ഇംഗ്ലീഷിലായിരിക്കും ചോദിക്കുക. പേപ്പർ 1 ഉണ്ടല്ലോ ലോജിക്കൽ റീസണിംഗിൽ, അത് അവർ ഇംഗ്ലീഷിൽ ചോദിക്കും എക്സാമ്പിൾ ഒക്കെ. സ്കൈറോട്ടസിസ് ഫ്രാഗ്രണ്ടം ഒക്കെ ചോദിക്കും. പക്ഷെ നിങ്ങൾക്ക് ഫിലോസഫിയുടെ പേപ്പറിൽ കഴിഞ്ഞ കുറച്ചധികം സൈക്കിളുകളിൽ അവർ സംസ്കൃതത്തിൽ തന്നെയാണ് ആ ഒറിജിനൽ എക്സാമ്പിൾസ് തന്നെയാണ് അവർ ചോദിച്ചേക്കുന്നത്, ഇംഗ്ലീഷ് അല്ല. അതേപോലെ ഡെഫിനിഷനും അവര് ചില സമയത്ത് ചോദിക്കാറുണ്ട്. സംസ്കൃതത്തിലെ ഡെഫിനിഷൻ വെച്ചിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് എക്സാമ്പിൾ സംസ്കൃതത്തിലാക്കും, അങ്ങനെയൊക്കെ ചോദിക്കും. ഡയറക്റ്റ് ആയിട്ടല്ല ഇപ്പം ചോദിക്കുന്നത്. അതുകൊണ്ട് അത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചേക്ക്. ഭാഷയൊക്കെ കഴിഞ്ഞോണം വന്നില്ല, പക്ഷെ അതിന് മുന്നേക്ക് എപ്പോഴും വരുന്ന ഒരു ഏരിയ ആണ്, അതൊക്കെ നോക്കി വെച്ചോളൂ. ഇത് മാറ്റട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സാങ്ക്യ ഫിലോസഫിയിലെ എവല്യൂഷൻ ആണ്. എവല്യൂഷന്റെ സീക്വൻസിംഗ് ആണ്. ഇത് നിങ്ങൾ എ ആണോ ആദ്യമേ വരുന്നത്, ബി ആണോ ആദ്യമേ വരുന്നത്, ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, ഓർഡറിലാക്കാനാണ് ക്വസ്റ്റ്യൻ. എ ആദ്യമേ വരുന്നു, ബി ആദ്യമേ വരുന്നു, ഓർഡറിലാക്കാവോ? ഓപ്ഷൻ ഇവിടെ ഉണ്ട്, പക്ഷെ അതല്ലാണ്ട് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തേ. ഇതിൽ ഏതാദ്യം വരും? ബി സി ഡി എ. ബി സി ഡി എ കറക്റ്റ് ആണ്. ബി സി ഡി എ ആണ് നമ്മുടെ ഓർഡർ. സാങ്ക്യയിൽ ആദ്യമേ വരുന്ന സാധനമാണ് പ്രകൃതി. പ്രകൃതി കഴിഞ്ഞ് മഹത്, മഹത്ത് കഴിഞ്ഞ് അഹങ്കാര, അഹങ്കാര കഴിഞ്ഞ് മനസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെൻസറി ഓർഗൻസും മോട്ടോർ ഓർഗൻസും, ആൻഡ് ദെൻ തന്മാത്രാസ്. തന്മാത്രാസ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ആ ഒരു സെൻസേഷൻസ് ഉണ്ടല്ലോ, സൈറ്റ് പോലെയുള്ള ആ സാധനങ്ങൾ തന്മാത്രാസ്. ആൻഡ് ദെൻ ഭൂതാസ്, പഞ്ചഭൂതാസ് ഉണ്ടല്ലോ, അത്. ഇതാണ് അതിന്റെ ഓർഡർ. ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ബി സി ഡി എ ഇതാണ് എന്റെ ഓർഡർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ സാങ്കേതിക എവല്യൂഷനെ വെച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ചോദ്യം മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതുവരെ ആ ഓർഡർ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെച്ചോളൂ. പ്രകൃതി, മഹത്, അഹങ്കാര, മനസ്, സെൻസറി ഓർഗൻസ്, മോട്ടോർ ഓർഗൻസ്, തന്മാത്രാസ്, ഭൂതാസ്. ഇതാണ് എന്റെ ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ. Things seen in theoretical mode, bracketed from their connections and engagements with Daseins interest are called. ഓക്കെ, ആദ്യമേ തന്നെ ദാസേൻ എന്താണ്? ഇത് ആരുടെയാണ്? ഹൈഡഗറിന്റെ ഫിലോസഫിയിൽ വരുന്നതാണ്. ദാസേൻ എന്താണ്? ബീയിങ്. നമ്മുടെ ആ ഒരു എങ്ങനെയാണോ നമ്മൾ ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതാണ് ബീയിങ് ഇൻ ദ. എങ്ങനെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിനെയാണ് ദാസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ the things seen in theoretical mode bracketed from their connections and engagements with Dasein. ദാസേനിൽ നിന്നും മാറിയിട്ടുള്ള ഈ ഒരു, അതായത് നമ്മുടെ ഈ ഒരു നമ്മൾ എന്ന് പറയുന്ന സാധനത്തിനെ ബ്രാക്കറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള ആ സാധനത്തിനെ ആസ് സച്ച് കാണുകയാണെങ്കിൽ, തിയററ്റിക്കൽ ബേസിസിൽ അതിനെ കാണുകയാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? 3 ബീങ് ഇൻ ദ വേൾഡ്. അല്ല, ബീങ് ഇൻ ദ വേൾഡ് ദാസൈനിന്റെ വരുന്ന സാധനമാണ്. ദാസൈനാണ് ബീങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദാസൈൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പ്രാക്ടിക്കലി അല്ല തിയററ്റിക്കലി നമ്മൾ വീക്ഷിക്കുമ്പം വരുന്നത് എന്താണ്, ബാക്കിയുള്ളത് എന്താണ്? ഇത് നിങ്ങൾക്ക് പാടായിരിക്കും. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാനും ഈ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നത്. ഇത് പാടായിരിക്കും ചിലപ്പോൾ. റെഡിനെസ് ടു ഹാൻഡും പ്രസന്റ് ഹാൻഡും എന്ന് പറയുന്ന ടേംസ് ഒക്കെ പാടായിരിക്കും. 1 അല്ല, ഇതിന്റെ ഉത്തരം പ്രസന്റ് ഹാൻഡ് ആണ്. ഇത് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞുതരാം. പ്രസന്റ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ മഴ. നമ്മളൊരു നാച്ചുറൽ സയൻസ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ മഴേനെ അതിന്റെ കോൺസിക്വൻസ്, എങ്ങനെ മഴ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പോട്ട് എടുക്കുക. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പോട്ട് എടുത്തു കഴിഞ്ഞാൽ പോട്ടിന്റെ സൈസ്, പോട്ടിന്റെ ഷേപ്പ്, അങ്ങനെ അതിന് എന്താണോ ആ സാധനം ഒബ്ജക്റ്റീവ്ലി അതിനെയാണ് പഠിക്കുന്നത്. അതിനെയാണ് പ്രസന്റ് അറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. നമ്മൾ ആ സാധനം ഒബ്ജക്റ്റീവ്ലി അതിനെ പഠിക്കുന്നത്. റെഡിനെസ് ടു ഹാൻഡ് എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ ചെയ്യുന്ന പോലെ, അതായത് ഫിലോസഫിയിൽ നമ്മൾ എങ്ങനെ നോക്കുന്നത്, ഈ പോട്ട് കൊണ്ട്, ഫിലോസഫിയിലല്ല എന്നാലും കുറച്ചും കൂടി മനുഷ്യർക്ക് എങ്ങനെ ഈ പോട്ട് കൊണ്ട് ഉപകാരം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പോട്ട് നമ്മൾ എങ്ങനെ എനിക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളൊരു സാധനം നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ വേൾഡുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കും. അത് റെഡിനെസ് ടു ഹാൻഡ് ആണ്. അതാണ് പ്രസന്റ് അറ്റ് ഹാൻഡും റെഡിനെസ് ടു ഹാൻഡും തമ്മിലുള്ള വ്യത്യാസം. ദാസി എന്ന് പറയുന്നത് എപ്പോഴും റെഡിനെസ് ടു ഹാൻഡ് എന്ന രീതിയിലാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? പ്രസന്റ് അറ്റ് ഹാൻഡിന്റെയും റെഡിനെസ് ടു ഹാൻഡിന്റെയും. ഒരു കാര്യത്തിന് ഒരു നാച്ചുറൽ സയൻസിൽ എങ്ങനെയാണോ നോക്കുന്നത്, അതായത് ഒബ്ജക്റ്റീവിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത് പ്രസന്റ് അറ്റ് ഹാൻഡ്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. റെഡിനെസ് ടു ഹാൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മളെങ്ങനെ ഇത് നമ്മുടെ എവറിഡേ ലൈഫിൽ നമുക്ക് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഇതെങ്ങനെ ബാധിക്കുന്നു, നമ്മൾ ഇതിനായിട്ട് ഉള്ള എൻകൗണ്ടർ, അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ അത് റെഡിനെസ് ടു ഹാൻഡ് ആണ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ദാസേനാണ് ബീങ് ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എങ്ങനെ ഈ ലോകത്തിലെ കാര്യങ്ങളുമായിട്ട് ഇടപെട്ട് പോകുന്നു, അതാണ് ദാസേൻ. ഇത് മനസ്സിലായി? ഈ 3 ടേംസും ക്ലിയർ ആണോ? ക്ലിയർ അല്ല? അപ്പം ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിക്കേ. ഏതാ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസന്റ് അറ്റ് ഹാൻഡ് അല്ലേ? പ്രസന്റ് അറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോഴേക്കും ഈ പോട്ടിന്റെ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, ആ പോട്ടിന്റെ ഒബ്ജക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ആ പോട്ട് അതിന്റെ സൈസ് എന്താണ്, ആ പോട്ടിന്റെ ഷേപ്പ് എന്താണ്, ആ പോട്ട് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്, അങ്ങനെയൊക്കെയുള്ള അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള റിയാലിറ്റീനെ മനസ്സിലാക്കുകയാണ്. അവിടെ ഈ പോട്ടും നമ്മുടെ ഹ്യൂമൻ ഇൻവോൾവ്മെന്റും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ഉപയോഗം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആ പോട്ട് ഒബ്ജക്റ്റീവ്ലി എന്താണ് അതിനെ അങ്ങനെ മനസ്സിലാക്കാൻ മാത്രമേ ശ്രമിക്കുന്നുള്ളൂ. അതാണ് പ്രസന്റ് അറ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാനില്ല അതിനെ. ക്ലിയർ ആണോ ഇപ്പം? ഓക്കെ. അപ്പം ഇവിടെ ഈ ക്വസ്റ്റ്യനില് പ്രസന്റ് അറ്റ് ഹാൻഡ് എന്നുള്ള ഉത്തരം വരാൻ കാരണം അതിന് തിയററ്റിക്കൽ മോഡിൽ ബ്രാക്കറ്റഡ് ഫ്രം ദർ കണക്ഷൻസ് ആൻഡ് എൻഗേജ്മെന്റ്സ് എന്ന് പറയുന്നതുകൊണ്ടാണ്. നമ്മുടെ ഈ ഒരു വേൾഡുമായിട്ടുള്ള അതിന്റെ കണക്ഷൻസും എൻഗേജ്മെന്റ്സിനെ ബ്രാക്കറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റി നിർത്തുക, എലിമിനേറ്റ് ചെയ്ത് കഴിയുമ്പം പിന്നെ അതിനെ നമ്മൾ കാണുമ്പം എങ്ങനെയാണ് പ്രസന്റ് അറ്റ് ഹാൻഡ് ആണ്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോക്കോട്ടെ. വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. സാം, ദാം, ദണ്ഡ, ഭേദ. ഇതെന്താണ് ഇത് 4 സാധനങ്ങള്? സ്റ്റേറ്റ് ക്രാഫ്റ്റിലെ 4 ഉപായാസാണ്, 4 രീതികളാണ്. സാം, ദാം, ദണ്ഡ, ഭേദ എന്ന് പറയുന്നത്. ഇതെന്തൊക്കെയാന്ന് അറിയാമോ? ആൻസർ കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യാവോ? ഇതിൽ സാമിന്റെ അർത്ഥം എന്താണ്, ദാം എന്താണ്, ദണ്ഡ ഏതാണ്, ഭേദ ഏതാണ്? ഭേദ ഓക്കെ. ദണ്ഡനീതി അന്ന് കേട്ടിട്ടില്ലേ? ദണ്ഡനീതി എന്തിനെ പറ്റിയിട്ടുള്ളതാ?
ദണ്ഡനീതി എന്തിനെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ ദണ്ഡ എന്താന്ന് മനസ്സിലാവും. D2 ഏതാ ഡിവിഷൻ കറക്റ്റ് ആണ്. D2 കറക്റ്റാ. C4 C4ഉം D2ഉം കറക്റ്റാ. അതെ, ദണ്ഡനീതി ആർട്ട് ഓഫ് പണിഷ്മെന്റ് ആണ്. അപ്പം ദണ്ഡ എന്തായിരിക്കും? ഇതിൽ ദണ്ഡ ഏതായിരിക്കും വരിക? ദണ്ഡ ഏതായിരിക്കും വരാന്ന് ടൈപ്പ് ചെയ്തു. അപ്പോഴേക്കും നമുക്ക് ഫോഴ്സ്. എല്ലാം 4 നോക്കാം. ഇനി ഇതിൽ അതായത് സാമ എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച് തമ്മിലൊരു റീകൺസൈൽ ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ പെർസ്വേഡ് ചെയ്യാൻ പറ്റുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 4 ഉപായാസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ച് തീർക്കാൻ പറ്റുക എന്നുള്ളൊരു രീതിയാണ്. അതാണ് സാമ. അതിലെ കൺസിലേഷൻ അല്ലെങ്കിൽ പെർസ്വേഷൻ ത്രൂ ഡയലോഗ് എന്ന് പറയും. നമ്മുടെ ഓപ്ഷനിൽ സാമീസ് പെർസ്വേഷൻ A3 ആണ്. ദാം എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആണ്. നമ്മൾ അവരെ ഗിഫ്റ്റ് കൊടുത്ത് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. വിന്നിങ് ഓവർ ത്രൂ ഗിഫ്റ്റ്സ് ഓർ ഇൻസെന്റീവ്സ്. ഇതെന്താന്ന് പറഞ്ഞാൽ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യാണ്? രണ്ടും നടന്നില്ലെങ്കിൽ എന്നല്ല, വേറൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കാന്നുള്ളതാണ്. വേദ എന്ന് വെച്ചാൽ നമ്മുടെ എനിമീസ് തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ അർത്ഥശാസ്ത്രയിൽ, കൗതില്യന്റെ അർത്ഥശാസ്ത്രയിൽ പറയുന്ന ഉപായാസ് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ് ആണ്. ഇത് 4 ഇപ്പൊ ക്ലിയർ ആണോ? സാമ, ദാന, ദണ്ഡ, വേദ. ഈ സാം ദാം എന്നൊക്കെ കാണുമ്പോൾ ഇച്ചിരി കൺഫ്യൂഷൻ വന്നാലും ദാന ദണ്ഡ എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവില്ല. ദാന എന്ന് കേൾക്കുമ്പോൾ അത് ഗിഫ്റ്റ് ആണ് എന്നുള്ളൊരു സാധനം വരത്തില്ല, മനസ്സിലാവില്ലേ? ദാനം കൊടുക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ? ഇതിപ്പം ക്ലിയർ ആണോ? സാമ, ദാന, ദണ്ഡ, ഭേദ. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വേദ, നിമ്പാർക്ക വേദാന്ത. നിമ്പാർക്ക വേദാന്തയിലും വേദ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും രണ്ടാണെന്നുള്ള ഡിവിഷനെ പറ്റി തന്നെയല്ലേ പറയുന്നത്? ഡിഫറൻസ് അല്ലേ? ഇവിടെയും ആ അർത്ഥത്തിൽ മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് ഈ ഭേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിയേറ്റിംഗ് ഡിവിഷൻ ഓർ കൺഫ്യൂഷൻ അമംഗ് ഒപ്പോണൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താം. ആ ഭേദയും ഈ ഭേദയും വേറെയാണ്. ഞാൻ പറഞ്ഞാണ് ആ വാക്ക്, മറ്റേ വാക്ക് അതാണ് അർത്ഥം എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയും ഊഹിച്ചെടുക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Which among the following statements are true about social contract theory? ഇതിലെ സോഷ്യൽ കോൺട്രാക്ട് തിയറിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? The state of nature was gloomy, nasty and dark. The state existed before the state of nature. The state is the result of a hypothetical agreement. The state was created by God. There was no rights in the state of nature. നോക്കിക്കേ, നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ അത് മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ഏതൊക്കെ ഓപ്ഷൻ ആണ്. സിയും ഇയും. സി എന്ന് പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ഹൈപ്പോത്തറ്റിക്കൽ അഗ്രിമെന്റ്. അത് കറക്റ്റ് ആണ്, ശരിയാ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ അഗ്രിമെന്റ് ആണ്. നമ്മളിങ്ങനെ ഭയങ്കര കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ അല്ല, പകരം കുറച്ചുപേര് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്, അത് ആ ഒരു റൂളർ എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് ചെയ്തു തരും, നമ്മളും അതനുസരിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈപ്പോത്തറ്റിക്കൽ അഗ്രിമെന്റ് ആണ്. സി കറക്റ്റ് ആണ്. ഈ ദർ വാസ് നോ റൈറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, ഈ തെറ്റാണ്. എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, അതായത് ഈ ഒരു സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം വരുന്നതിന് മുന്നേ ഉള്ള കാലം, ഒറിജിനലി അതിന്റെ ആ ഒരു അവസ്ഥ, അതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്. ഈ ഹൈപ്പോത്തറ്റിക്കൽ അഗ്രിമെന്റിനൊക്കെ മുന്നേ ഉള്ള അവസ്ഥ. അപ്പം ആ സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ ശരിക്കും റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്നത് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഹോബ്സ് ആണ്. ഹോബ്സ് പൊതുവെ കുറച്ച് പെസിമിസ്റ്റിക് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. അതേസമയം ലോക്കും റൂസോയും ഒക്കെ പറഞ്ഞത് നമുക്ക് റൈറ്റ്സ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അപ്പം ഈ വരത്തില്ല. അതാ പറഞ്ഞേ, ഹോബ്സ് പറയുന്നത് അങ്ങനെ. ഹോബ്സ് ഇച്ചിരി പെസിമിസ്റ്റിക് ആയിരുന്നു ആളുടെ അപ്രോച്ച് മൊത്തത്തില്. ഹോബ്സ് പറയുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷൻ പറയണില്ലേ, സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് ഗ്ലൂമി, നാസ്റ്റി ആൻഡ് ഡാർക്ക്, അതൊക്കെ ഹോബ്സ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ലോക്കും റൂസോയും കുറച്ചും കൂടി കുറച്ചും കൂടി ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, കുറച്ചുകൂടി ന്യൂട്രൽ ആയിരുന്നു. അവര് പറഞ്ഞത് അത്രയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, പിന്നെ എന്നാലും ഒരു ഓർഡറിന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് അവര് സ്റ്റേറ്റിനെ കാണുന്നത്. ബി ദ സ്റ്റേറ്റ് എക്സിസ്റ്റഡ് ഇല്ല, ബി തെറ്റാണ്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടായത് കൊണ്ടാണ് സ്റ്റേറ്റ് ഉണ്ടാവുന്നത്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ പ്രാഥമികമായിട്ട് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഒറിജിനലി എക്സിസ്റ്റ് ചെയ്തത് എന്താണോ അതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത്.
അതിനുശേഷം ഈ ഹൈപ്പോത്തറ്റിക്കൽ എഗ്രിമെന്റിൽ വരുന്നതാണ് സ്റ്റേറ്റ്. സി വരുന്നുണ്ട്. സ്റ്റേറ്റ് ഇല്ലടാ, നേരത്തെ പറഞ്ഞല്ലോ ബി വരില്ല. ഓക്കെ, ഇതാണ് ഓപ്ഷൻസ്. പറയട്ടെ, എയും സിയുമാണ് ഇവര് നമ്മുടെ ആൻസർ കീയിൽ തന്നേക്കുന്നത്. എയ്ക്കകത്ത് പറയുന്നത് ദി സ്റ്റേറ്റ് ഓഫ് നേച്ചർ വാസ് ഗ്ലൂമി, നാസ്റ്റി ആൻഡ് ഡാർക്ക് എന്നാ പറയുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹോപ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ഹോപ്സ് പറഞ്ഞതില് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഗ്ലൂമിയും നാസ്റ്റിയും ഡാർക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റൂളറിനെ വേണം എന്നായിരുന്നു ഹോപ്സ് ഡിമാൻഡ് ചെയ്തത്. ഈ വരുവാണെങ്കിൽ ഈ വരില്ലെന്നല്ലേ? ഇത് ശരിക്കും എനിക്കും ഈ ഡൗട്ട് ഉണ്ട്. കാരണം എയും ഇയും രണ്ടും മൊത്തത്തിൽ അംഗീകരിക്കപ്പെടുന്ന സാധനമല്ല. എ പറയുന്നത് ആകെ ഹോപ്സ് ആണ്, ഇ പറയുന്നതും ഹോപ്സ് ആണ്. പക്ഷെ നമ്മുടെ ഇവർ തന്നിരിക്കുന്ന ആൻസർ കീക്കകത്ത് അവർ എ എടുത്തിട്ടുണ്ട്, ഇ എടുത്തിട്ടില്ല. നമുക്കിപ്പം തൽക്കാലം അതിന് അങ്ങനെ മനസ്സിലാക്കാനേ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ കാണും. ഓപ്ഷനിൽ പിന്നെ എയും ഇയും സിയും ഒരുമിച്ച് വരുന്നതും ഇല്ല. ഒന്നല്ലെങ്കിൽ എ സി, അല്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻസാ വരുന്നത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും ആൻസർ കീ നോക്കുമ്പോൾ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അപ്പം ഇതെന്തായാലും എയും സിയും ആണ് തന്നിരിക്കുന്ന ആൻസർ കീയിൽ വരുന്നത്. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഗ്ലൂമിയും നാസ്റ്റിയും ഡാർക്കും എന്ന് പറയുന്നത് ഹോപ്സ് ആണ്. അതുകൊണ്ട് അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് എക്സിസ്റ്റഡ് ബിഫോർ ദി സ്റ്റേറ്റ് ഓഫ് നേച്ചർ തെറ്റാണ്. കാരണം സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടായിട്ടാണ് സ്റ്റേറ്റ് വരുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്. സ്റ്റേറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ എഗ്രിമെന്റും കറക്റ്റ് ആണ്. സ്റ്റേറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഗോഡ് തെറ്റാണ്. അവരാരും അങ്ങനെ പറയുന്നില്ല. ദർ വാസ് നോ റൈറ്റ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, അതും ശരിക്കും പറഞ്ഞാൽ ഹോപ്സ് പറയുന്നത് അങ്ങനെയാണ്, പക്ഷെ മറ്റുള്ളവർ അങ്ങനെയല്ല പറയുന്നത്. ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇത് ആൻസർ കീ നോക്കാതെ അല്ലാതെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ 5 എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ? പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. Based on Plato's metaphor of the divided line, arrange the stages of knowledge from lower to higher. ലോവറിൽ നിന്നും ഹയറിലേക്ക്. ഇത് പ്ലേറ്റോയുടെ നോളജ് ആണ്. ഏതാണ് ആദ്യമേ വരുന്നത്, ഏതാണ് അവസാനം വരുന്നത്? ആ ഒരു ലൈൻ ഉണ്ടല്ലോ, താഴേന്ന് മുകളിലേക്ക് ഒരു സാധനം പറഞ്ഞേ. ഏറ്റവും ആദ്യമേ ഏത് വരും, അതിന് മുകളിലായിട്ട് എന്താണ്? ആ ഓർഡറിലാക്കാനാണ് ക്വസ്റ്റ്യൻ. പ്ലേറ്റോയുടെ നോളജ് ലോവർ ടു ഹയർ അറേഞ്ച് ചെയ്യാൻ. CDBA ഇല്ല, ലോവറിൽ നിന്നും ഹയറിലേക്കാണ്. സി എന്ന് പറയുന്നത് ഇന്റലിജൻസ് അല്ല. ഇന്റലിജൻസ് ഏറ്റവും ഹയസ്റ്റ് ആണ്, നമുക്ക് താഴേന്ന് മുകളിലേക്കാണ്. അപ്പൊ അതോടെ പറയാം. ആദ്യമേ വരുന്നത് ഇമാജിനേഷൻ ആണ്. ഇമാജിനേഷന് ശേഷം ബിലീഫ് വരുന്നു, പിന്നെ തിങ്കിങ് വരുന്നു, പിന്നെ ഇന്റലിജൻസ് വരുന്നു. ഇമാജിനേഷൻ എന്ന് പറയുമ്പോഴേക്കും അതിന് ഐക്കേഷൻ ആണ് പ്ലേറ്റോ വിളിച്ചത്. അവിടെ ഇമേജസ്, ഷാഡോസ്, റിഫ്ലക്ഷൻസ് പോലെയുള്ള കാര്യങ്ങളാണ്. ബിലീഫിനകത്ത് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ഒബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. തിങ്കിങ്ങിനകത്ത് മാത്തമെറ്റിക്കൽ ആൻഡ് ഡിസ്കഴ്സീവ് റീസണിങ്. ലാസ്റ്റ് ഹയസ്റ്റ് ആണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് ഫോംസിനെ പറ്റിയിട്ടുള്ള നോളജിനെ പറ്റി പ്ലേറ്റോ പറയുന്നത്. ഇമാജിനേഷൻ, ബിലീഫ്, തിങ്കിങ്, ഇന്റലിജൻസ്. ഇതാണ് പ്ലേറ്റോയുടെ ഡിവൈഡഡ് ലൈനിലെ നോളജിന്റെ ഓർഡർ, ലോവർ ടു ഹയർ ഓർഡർ. ഓക്കെ അല്ലേ? വേറെ ഡെഫിനിഷൻ വേറെ ഒന്നും വേണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനില് ഇൻ ദ സെക്കൻഡ് പ്രയോറിറ്റി റൂൾ ഡിവൈസ്ഡ് ബൈ ജോൺ റോൾസ്, ഫെയർ ഓപ്പർച്യൂണിറ്റി ഈസ് ലെക്സിക്കലി പ്രയോർ ടു. ഫെയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്തിനേക്കാളും മുന്നെയാണ്
ലെക്സിക്കലി പ്രയോർ എന്ന് വെച്ചാൽ ഒരു സംഭവം കഴിഞ്ഞ് അടുത്ത സ്ഥാനത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയില്ലേ, അതാണ് ലെക്സിക്കലി എന്ന് പറയുന്നത്. അപ്പം ലെക്സിക്കലി പ്രയോർ എന്ന് വെച്ചാൽ ഒരു സാധനം അതുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, അതാണ് അതിന്റെ അർത്ഥം. സോ സെക്കൻഡ് പ്രയോറിറ്റി റൂൾ വെച്ചിട്ട്, ജോൺ റോൾസിന്റെ സെക്കൻഡ് പ്രയോറിറ്റി റൂൾ വെച്ചിട്ട് ഫെയർ ഓപ്പർച്യൂണിറ്റി ഈസ് ലെക്സിക്കലി പ്രയോർ ടു. ഇത് ഫെയർ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് ക്വസ്റ്റ്യൻ, ഏതാണ്? ക്വാളിറ്റി പ്രിൻസിപ്പിൾ ആണോ, ഡിഫറൻസ് പ്രിൻസിപ്പിൾ ആണോ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി ആണോ, ലിബർട്ടി ആണോ? ലിബർട്ടി അല്ല. നിങ്ങൾ റോൾസ് എന്ന് കേൾക്കുമ്പോഴേ വരുന്ന വേറൊരു ഒരു വാക്കുകൂടി കാണും. മിക്ക ക്വസ്റ്റ്യനിലും റോൾസിന്റെ കൂടെ വരുന്ന ഒരു സാധനം അത് ജസ്റ്റിസ്. അതെ, അല്ലാതെ നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളിൽ റോൾസ് മിക്ക ക്വസ്റ്റ്യൻസിലും ജോൺ റോൾസുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻ ഇതിനെ പറ്റിയിട്ടായിരിക്കും. ഡിഫറൻസ് പ്രിൻസിപ്പിൾ, അതാണ് ആൻസർ. ഡിഫറൻസ് പ്രിൻസിപ്പിളിനെ പറ്റിയിട്ടായിരിക്കും. ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അതന്നെ, ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോ മാത്രമേ ശരിക്കും ഇതാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാല് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എല്ലാവരും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. എവ്രിതിങ് ഈസ് ഈക്വൽ ആൻഡ് എവ്രി വൺ ഈസ് ടു ബി ഗിവൻ ദ സെയിം ഓപ്പർച്യൂണിറ്റീസ്. എല്ലാവർക്കും ഒരേപോലെയുള്ള റൈറ്റ്സും ഓപ്പർച്യൂണിറ്റീസും അവസരങ്ങളും ഒക്കെ കൊടുക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ഡിഫറൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ചില സമയങ്ങളിൽ മാത്രം എല്ലാവർക്കും ഒരേപോലെ എന്ന് പറഞ്ഞൊരു സ്ഥാനത്തിൽ ചില എക്സെപ്ഷൻസ് കൊടുക്കാം. ആ സമയം എപ്പോഴാന്ന് വെച്ചാല് ഏറ്റവും ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാരണം എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രം, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡിഫറൻസ് കാരണം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഓപ്പർച്യൂണിറ്റീസ് കാരണം എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഡിഫറൻസ് പ്രിൻസിപ്പിൾ നമുക്ക്, അല്ലെങ്കിൽ സെയിം ഓപ്പർച്യൂണിറ്റി അല്ല അതിൽ ചില വേരിയേഷൻസ് ഒക്കെ വരുത്തിയാലും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിനാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആയോ? മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? ഡിഫറൻസ് പ്രിൻസിപ്പിൾ എന്താന്ന് മനസ്സിലായോ? അതൊന്നുകൂടി പറയണോ? കൺഫ്യൂഷൻ ആയല്ലേ? അതായത് ഇപ്പം ഫസ്റ്റ് റൂൾ എന്ന് പറഞ്ഞാല് ഇപ്പം 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും ഒരേപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. അവർക്ക് ഒരേപോലെ ഫുഡ് കൊടുക്കുക, അവർക്ക് ഒരേപോലെ ജോലിക്ക് അവസരങ്ങൾ കൊടുക്കുക, അവർക്ക് എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിൽ യാതൊരു രീതിയിലുള്ള വേർതിരിവും കണ്ടുപിടിക്കാൻ പാടില്ല എന്നാണ്. അത് ഫസ്റ്റ്. രണ്ടാമത് പറയുന്നതാണ്, ഇനി എങ്ങാലും എപ്പോഴെങ്കിലും ഇച്ചിരി വേർതിരിവ് കാണിക്കുവാണെങ്കിൽ അതിന്റെ അർത്ഥം ആ കാണിക്കുന്ന വേർതിരിവ് കാരണം ഏറ്റവും ഡിസഡ്വാൻറ്റേജിൽ നിന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വേർതിരിവ് കാണിക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പം 10 പേർക്കും ഒരേപോലെ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ അതിൽ ഒരാൾ മാത്രം, ആൾക്ക് ഹാൻഡിക്യാപ്ഡ് ആണ്, ആള് ഫിസിക്കലി മൂവ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ബെഡ് റിഡൺ ആണെന്ന് വെച്ചോ. അപ്പം എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്ന ജോലി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഫിസിക്കലി കുറച്ച് ഡിസബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഇച്ചിരി ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിൽ റൂൾ ഇച്ചിരി മാറ്റി ഒരു റിസർവേഷൻ പോലൊരു സാധനം കൊടുത്താലും കുഴപ്പമില്ല. അതാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ. വീണ്ടും കൺഫ്യൂഷൻ ആയോ? അതോ മനസ്സിലായോ? പ്രിയങ്കയ്ക്കും ഒക്കെ ക്ലിയർ അല്ലേ ഇത്? എന്തേലും ഒന്നുകൂടി പറയണോ? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഈ ഫെയർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻ കേസ് അതില്ലാന്നുണ്ടെങ്കിൽ, ഫെയർ ഓപ്പർച്യൂണിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്ന സാധനമാണ് ഡിഫറൻസ് പ്രിൻസിപ്പിൾ. ഈ ഡിഫറൻസ് പ്രിൻസിപ്പിളില് നമ്മൾ ലീസ്റ്റ് അഡ്വാൻറ്റേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇച്ചിരി എക്സ്ട്രാ ബെനിഫിറ്റ് കൊടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നതാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ 2 സാധനങ്ങൾ, ഡിഫറൻസ് പ്രിൻസിപ്പിളും അതേപോലെ ഫെയർ ഓപ്പർച്യൂണിറ്റി, ആ 2 സാധനങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കിക്കോ. കാരണം റോൾസിന്റെ വരുന്ന ചോദ്യത്തിൽ ഇമ്പോർട്ടന്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡിഫറൻസ് പ്രിൻസിപ്പിൾ ഒക്കെ. അപ്പൊ അത് കൺഫ്യൂസ്ഡ് ആക്കണ്ട. മെറ്റീരിയൽ ഇല്ലേ ഫെയർ? എനിക്കൊന്ന് ഡിഫറൻസ് പ്രിൻസിപ്പിൾ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ട വീഡിയോസിലുണ്ട്. ഡിഫറൻസ് പ്രിൻസിപ്പിളിനെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ടായിട്ട് ചിലപ്പം കാണില്ലായിരിക്കും കേട്ടോ. അപ്പൊ അതെന്തായാലും ഒന്ന് നോക്കിയേക്കട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും
ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, കോർഡിനേറ്റർക്ക് വഴി മെസ്സേജ് അയച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിനകത്ത് റോൾസ് പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, ഇത് പക്ഷെ വായിച്ചാൽ കൂടുതലും കൺഫ്യൂഷൻ ആവത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡിലേക്ക് പോവാത്തത്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ കൂടി നോക്കിയാൽ മതി. രേഷ്മ ഹാൻഡ് റേസ് ചെയ്ത് എന്താടാ, ഡൗട്ട് ആണോ അതോ ഓക്കെ എന്ന് പറഞ്ഞാണോ? എന്താ ഉദ്ദേശിച്ചത് കമന്റ് ചെയ്തോ. ഞാൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാപ്പോഴേക്കും. അറേഞ്ച് ദി ഫോളോയിങ് ഐഡിയാസ് ബേസ്ഡ് ഓൺ ക്രോണോളജി ഓഫ് ദർ എമർജൻസ്. Moral first principles as intuitively known, parable of divided line, weakness of will, goodwill as duty for the sake of duty. ഈ ക്വസ്റ്റ്യൻ ഞാൻ അറിയാതെ സാരില്ല. ഈ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് ആഡ് ചെയ്തെന്ന് വെച്ചാൽ, നമുക്ക് കഴിഞ്ഞാണ് ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനുള്ള പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ബുക്സുകൾ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനായിരിക്കും, ചിലപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങളായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ 4 കൈൻഡ്സ് ഓഫ് തിയറീസ് ആണ്. ഇതില് ഏത് ക്വസ്റ്റ്യൻ ആദ്യമേ വന്നു എന്നുള്ള രീതിയാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് 9 മണിക്ക് മുന്നേ ഒരു 30 ക്വസ്റ്റ്യൻ എങ്കിലും തീർക്കണം. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി സ്പീഡായിട്ട് പോവുകയാണ്. അപ്പം ഇതിനകത്ത് ഏതായിരിക്കും ആദ്യമേ വന്നിട്ടുണ്ടാവുക? ഇതില് മോറൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഇൻഡ്യൂട്ടീവ്ലി നോൺ ആയിരിക്കുമോ, പാരബിൾ ഓഫ് ഡിവൈഡഡ് ലൈൻ ആയിരിക്കുമോ, വീക്ക്നെസ് ഓഫ് വിൽ ആയിരിക്കുമോ, ഗുഡ് വിൽ ആസ് ഡ്യൂട്ടി ആയിരിക്കുമോ? ബി, പാരബിൾ ഓഫ് ഡിവൈഡഡ് ലൈൻ ആണ്. കാരണം അത് ആരുടെ തിയറിയാണ്? പ്ലേറ്റോയുടെ തിയറിയാണ്. അതിനുശേഷം ഏതായിരിക്കും വന്നിട്ടുണ്ടാവുക? അതിനുശേഷം സി ആണ് വന്നിട്ടുള്ളത്. വീക്ക്നെസ് ഓഫ് വിൽ അരിസ്റ്റോട്ടിലിന്റെ കോൺസെപ്റ്റ് ആണ്. അതിനുശേഷം ബിയും സിയും കഴിഞ്ഞാൽ പിന്നെ ഡി. ഡി എന്ന് പറഞ്ഞാൽ ആരുടെയാണ്? ഡി ആരുടെയാണ്? നമുക്ക് കണ്ടാലേ അറിയാം ഡി ആരുടെയാണ്? കാന്റിന്റെ ആണ്. ഗുഡ് വിൽ ആസ് ഡ്യൂട്ടി ഫോർ ദ സേക്ക് ഓഫ് ഡ്യൂട്ടി. ആൻഡ് ലാസ്റ്റ് ഈ ഫസ്റ്റ് മോറൽ പ്രിൻസിപ്പിൾസ് ഇൻഡ്യൂട്ടീവ്ലി നോൺ എന്ന് പറയുന്നത് ഇൻഡ്യൂഷനിസം ആണ്. നമ്മുടെ GE മൂറൊക്കെ പോലെയുള്ള അനലിറ്റിക്കൽ ഫിലോസഫി വരുമ്പോഴേക്കും വരുന്നതാണ്, അവസാനം വരുന്നതാണ്. ഇതിന് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. ആദ്യമേ നിങ്ങൾ പറഞ്ഞ പോലെ പ്ലേറ്റോയുടെ ആണ്. പ്ലേറ്റോ ഡിസ്ക്രിപ്ഷൻസ് ഇല്ല കേട്ടോ, സോറി. പാരബിൾ ഓഫ് ദി ഡിവൈഡഡ് ലൈൻ പ്ലേറ്റോയുടെ ആണ്. അതിനുശേഷം അക്രേഷ്യ അല്ലെങ്കിൽ വീക്ക്നെസ് ഓഫ് ദി വില്ല് അരിസ്റ്റോട്ടിലിന്റെ ആണ്. ആൻഡ് ദെൻ കാന്റിന്റെ ഗുഡ് വിൽ ആസ് ഡ്യൂട്ടി ഫോർ ദ സേക്ക് ഓഫ് ഡ്യൂട്ടി. അത് ഏത് പുസ്തകത്തിലാണ്? ഗ്രൗണ്ട് വർക്ക് ഓഫ് ദി മെറ്റാഫിസിക്സ് ഓഫ് മോറൽസ് 1785 ഈ പുസ്തകത്തിലാണുള്ളത്. ആൻഡ് ദെൻ ലാസ്റ്റ് നമ്മുടെ ഇൻഡ്യൂട്ടീവ്ലി നോൺ എന്ന് പറയുന്നത് GE മൂറും WD റോസും പോലെയുള്ള അനലിറ്റിക്കൽ ഫിലോസഫേഴ്സ് ആ ഒരു സമയത്ത് വന്നതാണ്. ഇത് വേറെ ഇനി ഡിഫൈൻ ചെയ്യാനൊന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഉണ്ടെങ്കിൽ ഹാൻഡ് റേസിയോ അത് കമന്റ് ഇടുകയോ ചെയ്താൽ മതി. ഇപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. ഓക്കെ, സീക്വൻസ് ദി ഓർഡർ ഓഫ് ദി ഫോളോയിങ് സ്റ്റേജസ് ഫോർ അച്ചീവിംഗ് എൻ ഐഡിയൽ സൊസൈറ്റി ഇൻ മാർക്സിസ്റ്റ് ഫിലോസഫി. ഇതിൽ മാർക്സിസ്റ്റ് ഫിലോസഫി പ്രകാരം നമുക്കൊരു ഐഡിയൽ സൊസൈറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഏത് ഓർഡറിലായിരിക്കണം? ആദ്യമേ സോഷ്യലിസം ആണോ, അതോ ക്യാപിറ്റലിസം ആണോ, അതോ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണോ, അതോ ഫ്യൂഡലിസം ആണോ, അതോ കമ്മ്യൂണിസം ആണോ? ഇതിൽ ഏതായിരിക്കും ആദ്യമേ വരിക? അതിനെ ഒന്ന് ഓർഡറിലാക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. ഇതിൽ ഏതായിരിക്കും ആദ്യമേ വരിക? ആദ്യമേ എ അല്ല. ആദ്യമേ ഏതായിരുന്നു? സോഷ്യലിസം ആദ്യമേ അല്ലല്ലോ വരിക. ഇതും പറയാം. ഇതും ചിലപ്പം ഇതിലെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ഒക്കെ പോലെയുള്ള വാക്കുകൾ കൺഫ്യൂഷൻ ആയിരിക്കും. ആദ്യമായിട്ട് കേൾക്കുന്ന വാക്കുകൾ ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആവാത്ത കോൺസെപ്റ്റ്സ് ഉണ്ടാവുമായിരിക്കും. സോ പറഞ്ഞുതരാം. ഫസ്റ്റ് വരുന്നത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏർലി സൊസൈറ്റീസിന്റെ ഒരു ഫീച്ചർ ആയിരുന്നു. അവിടെ എന്ന് വെച്ചാൽ എല്ലാം ഷെയർഡ് ആയിരിക്കും. അങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഇല്ല, ഡിസ്റ്റിങ് സോഷ്യൽ ക്ലാസസ് ഇല്ല. അതായത് ആദ്യമേ ഉള്ള ഫസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു സമൂഹം, അതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫ്യൂഡലിസം വരുന്നത്. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാല് ഇപ്പം ലാൻഡ് ലോഡ്സ് ഉണ്ടാവും, അവർക്ക് കുറെ സ്ലേവ്സ് ഉണ്ടാവും. ഈ ലാൻഡ് ലോഡ്സ് അവരുടെ ലാൻഡുകൾ അവരുടെ മക്കൾക്ക് അങ്ങനെ ജനറേഷൻ വഴി കൊടുക്കുന്നു. ഹൈറാർക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഫ്യൂഡലിസം. ഫ്യൂഡലിസം വന്നതിന് ശേഷം വരുന്നതാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം ആകുമ്പോഴേക്കും ഈ ഫ്യൂഡലിസം കാരണം ഉണ്ടാകുന്ന എക്കോണമിക് ഡിസ്പാരിറ്റി ഉണ്ടല്ലോ, അതായത് റിച്ച് ബിക്കംസ് റിച്ചർ, പുവർ ബിക്കംസ് പുവറർ, ആ ഒരു സാധനം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. പൈസ ഉള്ളവരുടെ അടുത്ത് ഒരുപാട് പൈസ ഉണ്ടാവും, ഈ ലാൻഡ് ഓണേഴ്സിന്റെ ഒക്കെ കയ്യിൽ. അതേസമയം പാവപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതേപോലെ
ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരുന്നു. അതിനുശേഷം സോഷ്യലിസം വരും. അതായത് ഇവർ തമ്മിലൊരു ഒരു ഒരു റയോട്ട് എന്നല്ല, ഇവർ രണ്ടുപേരും തമ്മിലൊരു ഒരു ക്ലാഷ് ഉണ്ടാവും. ഈ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ സാധാരണ പ്രോലിറ്റേറിയറ്റ്സും തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവും. അവിടെ എയിം എന്ന് പറയുന്നത് ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സമൂഹം കൊണ്ടുവരിക എന്നുള്ള സാധനമായിരിക്കും. അങ്ങനെ ഫൈനലി വരുന്ന ക്ലാസ്ലെസ് ആയിട്ടുള്ള സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിനെയാണ് കമ്മ്യൂണിസം എന്ന്, അക്കോർഡിംഗ് ടു മാർക്സ്, അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആദ്യമേ പ്രിമിറ്റീവ് കമ്മ്യൂണിസം വിച്ച് ഈസ് ദ ഒറിജിനൽ വേ സൊസൈറ്റീസ് ലിവ്. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയോ അങ്ങനെ സോഷ്യൽ ക്ലാസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫ്യൂഡലിസം വരും, നമ്മൾ ജന്മിത്വം എന്നൊക്കെ പറയില്ല ആ സാധനം. പിന്നെ ക്യാപിറ്റലിസം വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ ഓവർത്രോ ചെയ്യാനുള്ള ഒരു റിസൾട്ട് ആയിട്ട് സോഷ്യലിസം വരുന്നു. അങ്ങനെ ഫൈനലി സോഷ്യലിസം വർക്ക് ചെയ്യുമ്പോൾ, ആ ഒരു പെർഫെക്റ്റ് സൊസൈറ്റി കിട്ടുമ്പോൾ, ആ ക്ലാസ്ലെസ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി കിട്ടുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആയിട്ട് മാറുന്നു. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. ഓക്കെ, വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ സാധനങ്ങള് നിങ്ങൾ എത്തിക്കൽ ഈഗോയിസം, ഓൾട്രൂയിസം, എത്തിക്കൽ യൂണിവേഴ്സലിസം, നോൺ കൊഗ്നിറ്റീവ്സം എന്നൊക്കെ കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായിരിക്കും എത്തിക്കൽ ഈഗോയിസത്തിൽ വരിക? ഏതെങ്കിലും അറിയാമെങ്കിൽ അത് ടൈപ്പ് ചെയ്താൽ മതി. C4 എത്തിക്കൽ യൂണിവേഴ്സലിസം സിഡ്ക്വിക്കിന്റെ അല്ല, എത്തിക്കൽ യൂണിവേഴ്സലിസം കാന്റിന്റെ ആണ്. A1 ഓൾട്രൂയിസം ഓഗസ്റ്റ് കോംപ്റ്റിന്റെ ആണ്. ഓൾട്രൂയിസം കൊണ്ടുവരുന്നത് ഓഗസ്റ്റ് കോംപ്റ്റ് ആണ്. ബാക്കി ഞാൻ പറയട്ടെ എന്നാ. ഹെൻറി സിഡ്വിക്കിന്റേതാണ് എത്തിക്കൽ ഈഗോയിസം എന്ന് പറയുന്നത്. എത്തിക്കൽ ഈഗോയിസം ഹെൻറി സിഡ്വിക്കിന്റേതാണ്. ഓൾട്രൂയിസം ഓഗസ്റ്റ് കോംപ്റ്റിന്റേത്. എത്തിക്കൽ യൂണിവേഴ്സലിസം കാന്റിന്റേത്. നോൺ കൊഗ്നിറ്റീവിസം ഹെയറിന്റേത്. ഇത് എന്താന്ന് വെച്ചാല് ഹെൻറി സിഡ്വിക്കിന്റെ പുസ്തകത്തിന്റെ പേരാണ് ദി മെത്തേഡ് ഓഫ് എത്തിക്സ്. അതിൽ പറയുന്നതാണ് എത്തിക്കൽ ഈഗോയിസം. അതായത് നമ്മൾ നമ്മുടെ ഹാപ്പിനെസിനെ മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. യൂട്ടിലിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിന്റെ മാക്സിമം നമ്പർ ഓഫ് ഹാപ്പിനെസ് ആണെങ്കിൽ, എത്തിക്കൽ ഈഗോയിസം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനമേ ഉള്ളൂ. അപ്പൊ അത് സിഡ്വിക്കിന്റേതാണ്. ആളുടെ പുസ്തകത്തിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കുക, ദി മെത്തേഡ് ഓഫ് എത്തിക്സ്. ദ മെത്തേഡ്സ് ഓഫ് എത്തിക്സ് ആണ് സിഡ്വിക്കിന്റെ വർക്ക്. ഇനി കോംപ്റ്റിന്റെ ആണ് ഓൾട്രൂയിസം. കോംപ്റ്റ് ആണ് ഓൾട്രൂയിസം കണ്ടുപിടിക്കുന്നത്. ഓൾട്രൂയിസം എന്ന് പറഞ്ഞാൽ വാക്ക് ടേം കോയിൻ ചെയ്യുന്നത്. ഓൾട്രൂയിസം എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവരെ സഹായിക്കുക, ആ ഒരു ഫിലോസഫിയാണ് ഓൾട്രൂയിസം. അവിടെ നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിനെക്കാളും, അതായത് എത്തിക്കൽ ഈഗോയിസത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ വെൽഫെയർ ആണ് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. എത്തിക്കൽ യൂണിവേഴ്സലിസം എന്ന് പറഞ്ഞാൽ ഒരു എത്തിക്കൽ നോഷനെ നമുക്ക് യൂണിവേഴ്സലൈസ് ചെയ്യാൻ പറ്റും. ഒരു നോർം ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സലൈസബിൾ ആണ് എന്ന് കാന്റ് പറയില്ലേ? കാന്റ് പറയുന്ന അനുസരിച്ച് എല്ലാം യൂണിവേഴ്സലൈസബിൾ ആണല്ലോ. സോ അതാണ് എത്തിക്കൽ യൂണിവേഴ്സലിസം കാന്റുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യാനായിട്ടുള്ള കാരണം. എല്ലാം റീസൺ ബേസ്ഡ് ആയിട്ട് വരുന്ന ലോസ് ആണെന്ന് കാന്റ് പറയുന്നതുകൊണ്ട്. ഇനി RM ഹെയർ നോൺ കൊഗ്നിറ്റിവിസ്റ്റ് ഫിലോസഫർ ആണ്. ഇത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. RM ഹെയർ പ്രിസ്ക്രിപ്റ്റിവിസ്റ്റ് ആണ്. RM ഹെയറിന്റെ ഫിലോസഫി എന്ന് പറയുന്നത്, എത്തിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്റ്റിവിസം ആണ്. പ്രിസ്ക്രിപ്റ്റിവിസം എന്ന് പറയുന്നത് നോൺ കൊഗ്നിറ്റിവിസത്തിന്റെ അണ്ടറിൽ വരുന്നതാണ്. കൊഗ്നിറ്റിവിസവും ഉണ്ട്, നോൺ കൊഗ്നിറ്റിവിസവും ഉണ്ട്. കൊഗ്നിറ്റിവിസം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ലോ എന്ന, മോറൽ പ്രിൻസിപ്പിൾസ്, അതൊക്കെയാണ്. പ്രിസ്ക്രിപ്റ്റീവ്സ് ആണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക, അതായിരിക്കും. സോ കൊഗ്നിറ്റിവിസം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് മോറൽ ലോസ്, ഇപ്പം കാന്റ് പറയുന്നൊക്കെ പോലെ. അതേസമയം നോൺ കൊഗ്നിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും എല്ലാം സെയിം ആയിരിക്കണം എന്നില്ല. പലരും പല സാഹചര്യത്തിൽ പലതായിരിക്കും അവർക്ക് കറക്റ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നോൺ കൊഗ്നിറ്റീവ്സം ആണ്. ആ നോൺ കൊഗ്നിറ്റീവ്സത്തിൽ വരുന്നതാണ് RM ഹെയറിന്റെ പ്രിസ്ക്രിപ്റ്റിവിസം. കൺഫ്യൂഷൻ ആയോ? ഇല്ലല്ലോ. ഈ പ്രിസ്ക്രിപ്റ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി കേട്ട് പരിചയമുള്ള ടേംസ് തന്നെയല്ലേ. RM ഹെയറിന്റെ ആണ് പ്രിസ്ക്രിപ്റ്റിവിസം. പ്രിസ്ക്രിപ്റ്റിവിസം പറയുന്നത് എത്തിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ മോറൽ സ്റ്റേറ്റ്മെന്റ്സ് ഫാക്ച്വൽ അല്ല എന്നാണ് പറയുന്നത്. അതായത് നമുക്കിത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. പകരം ഡോണ്ട് കിൽ പോലെയുള്ള കമാൻഡ്സ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് മാത്രമാണ് മോറൽ സ്റ്റേറ്റ്മെന്റ്സ്. അല്ലാതെ കില്ലിങ് ഈസ് റോങ് എന്ന് പറയുന്നത് ഒരു മോറൽ സ്റ്റേറ്റ്മെന്റ് അല്ല. കാരണം കില്ലിങ് ഈസ് റോങ് എന്ന് പറയുന്നത് നമുക്കറിയില്ല അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന്. ആ ഒരു ഐഡിയ ആണ് RM ഹെയറിന്റേത്, പ്രിസ്ക്രിപ്റ്റീവ്സ് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആയോ?
കൺഫ്യൂഷൻ ആയെന്ന് തോന്നുന്നല്ലോ. ഇത് ഓക്കെ ആണോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫിലോസഫേഴ്സ് എംഫസൈസ് ദ പ്രൈമസി ഓഫ് എത്തിക്സ്? ഇതിൽ എത്തിക്സിന്റെ പ്രൈമറി ഫിലോസഫി എത്തിക്സ് ആണെന്ന് പറഞ്ഞൊരു ഫിലോസഫർ ഉണ്ട്. അത് ഇതിൽ ആരാന്നാണ് ചോദിക്കുന്നത്. ഹുസോൾ ആണോ, ഹൈഡഗർ ആണോ, ലെവിനാസ് ആണോ, പോണ്ടി ആണോ? യെസ്, ലെവിനാസ്. ഓപ്ഷൻ 3 ഇമ്മാനുവൽ ലെവിനാസ് ആണ് ഫിലോസഫി എത്തിക്സ് ഈസ് ദ ഫസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്നത്. അതറിനെ പറ്റിയിട്ടൊക്കെയാണ് ലെവിനാസ് പിന്നീട് സംസാരിക്കുന്നത്. അതിനകത്തേക്ക് കൂടുതൽ പോകണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. എല്ലാവരും ആൻസർ ചെയ്ത സ്ഥിതിക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നീട് വായിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു പെട്ടെന്ന് ആൻസർ ചെയ്തോണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതറിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. എടുത്തില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും മാച്ച് ദ ഫോളോയിങ് ആണ്. ഒന്നില് റൈലും റസലും കെയ്നും സ്ട്രോസനും, മറ്റേതിനകത്ത് ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻ, ഡോഗ്മ ഓഫ് എംപിരിസിസം, ഡിസ്ക്രിപ്റ്റീവ് മെറ്റാഫിസിക്സ്, ഗോസ്റ്റ് ഇൻ ദ മെഷീൻ. ഇതില് ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയായിരിക്കും. ഏതൊക്കെയാ? റൈലിന്റെത് ഗോസ്റ്റ് ഇൻ ദ മെഷീൻ ആണെന്ന് അറിയാം. പിന്നെ ഏതെങ്കിലും അറിയാവോ? ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻ ആരുടെയാണ്? അതും അറിയേണ്ടതാണല്ലോ. ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻ എപ്പോഴും ചോദിക്കുന്ന അതന്നെ, റസലിന്റെ ആണ് ഡെഫിനിറ്റ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ. ക്വെയിനിന്റേതോ? അതും ഇതിന് മുന്നേ PYQs ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും. കെയ്നിന്റേത് ഡോഗ്മ ഓഫ് എംപിരിസിസം ആണ്. 2 ഡോഗ്മാസ് ഓഫ് എംപിരിസിസം കെയ്നിന്റെ ഇമ്പോർട്ടന്റ് വർക്ക് ആണ്. സ്ട്രോസന്റേതാണ് ഡിസ്ക്രിപ്റ്റീവ് മെറ്റാഫിസിക്സ്. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇൻ കേസ് ഞാൻ ഈ പോകുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. Who among the following philosophers consider justice as only a remedial virtue? ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു റെമഡിയൽ വെർച്യു ആണെന്ന് ഇതിൽ ആരാണ് പറയുന്നത്? പ്ലേറ്റോയാണോ, ലോക്ക് ആണോ, റോൾസ് ആണോ, മാർക്സ് ആണോ? പ്ലേറ്റോ. എന്താണ് റെമഡിയൽ വെർച്യു എന്ന് വെച്ചാല്? റെമഡിയൽ വെർച്യു. ഓക്കെ, ഇതിന്റെ ഉത്തരം കാൾ മാർക്സ് ആണ്. റെമഡിയൽ വെർച്യു ആണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് മാർക്സ് ആണ്. കാരണം മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്സ് സ്വപ്നം കണ്ട സൊസൈറ്റി ഉണ്ടല്ലോ, സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ക്ലാസ്ലെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റിസിന്റെ ആവശ്യമേ ഇല്ല. കാരണം ആരെയും ഉപദ്രവിക്കാനും പോണില്ല, എല്ലാവരും ഭയങ്കര ജസ്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ജസ്റ്റിസ് റെമഡിയൽ വെർച്യു എന്നാൾ പറയാൻ കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ അല്ലാത്തൊരു സൊസൈറ്റി ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ആൾക്കാർ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തൽക്കാലത്തേക്കുള്ള ഒരു പരിഹാരം അത്ര മാത്രമാണ് ജസ്റ്റിസ് എന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ട്രഡീഷണൽ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് ഒരു റെമഡിയൽ വെർച്യു മാത്രമാണ്, ഒരു താൽക്കാലികമായ ഒരു സാധനം മാത്രമാണെന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ക്ലാസ് ബേസ്ഡ് സിസ്റ്റം കാരണം ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. ആ കോൺഫ്ലിക്റ്റുകളെ മാനേജ് ആൻഡ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി, അതൊന്ന് ഒതുക്കി ഒന്ന് നിർത്താൻ വേണ്ടി, കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ലിബറൽ സൊസൈറ്റി കൊണ്ടുവന്നൊരു സാധനം, അതാണ് ജസ്റ്റിസ്. സോ ഇറ്റ് ഈസ് ഓൺലി എ റെമഡിയൽ വെർച്യു, അല്ലാതെ ഒരു ട്രൂലി ഇക്വിറ്റബിൾ സൊസൈറ്റിയുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ അല്ല ജസ്റ്റിസ് എന്നാണ് മാർക്സ് പറയുന്നത്. ഓക്കെ അല്ലേ? മാറ്റട്ടെ? Okay. Identify the appropriate combinations from the list given below. The Nayayikas assume Vyapti to be universals that are facts of reality. The Nayayikas claim that universal relations are logical and not real. The Buddhist logicians regard universal propositions as ideal constructions and not real relations. For the Buddhists, the universal is but a name and the identity of fiction. The Charvakas accept Vyapti but negate Anumana. ഇതിൽ ഏതൊക്കെ വരില്ല? ഏതോ 3 എണ്ണം കറക്റ്റ് ആണ്, 2 എണ്ണം തെറ്റാണ്. കറക്റ്റായ 3 എണ്ണം ഏതൊക്കെയാണ്? ഈ റോങ് ആണ്. യെസ്, കറക്റ്റ്. ഈ റോങ് ആണ്. ചാർവാക വ്യാപ്തിയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അനുമാനയും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചാർവാകാസ് ഓൺലി ഹാവ് പ്രത്യക്ഷ. ഓക്കെ. The Nayayikas assume Vyapti to be universals that are facts of reality. Nayayikas വ്യാപ്തി യൂണിവേഴ്സൽ ആണെന്നും റിയാലിറ്റി ആണെന്നും പറയുന്നു. അത് കറക്റ്റ് ആണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? വ്യാപ്തിനെ യൂണിവേഴ്സൽ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്.
അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? നൈയായികാസ് ക്ലെയിം ദാറ്റ് യൂണിവേഴ്സൽ റിലേഷൻസ് ആർ ലോജിക്കൽ ആൻഡ് നോട്ട് റിയൽ. യൂണിവേഴ്സൽ റിലേഷൻസ് ലോജിക്കൽ ആണ് പക്ഷെ റിയൽ അല്ല എന്നാണ് ന്യായാസ് പറയുന്നത്. കറക്റ്റ് ആണോ തെറ്റാണോ? യൂണിവേഴ്സൽ റിലേഷൻസ്, അതായത് സാമാന്യ ലക്ഷണം എന്നൊക്കെ പറയില്ലേ, അത് കറക്റ്റ് ആണോ? അത് റിയൽ അല്ല, ജസ്റ്റ് ലോജിക്കൽ മാത്രമാണെന്നാണ് പറയുന്നത്. തെറ്റാണ്. കാരണം അവര് പറഞ്ഞത് റിയൽ ആണ്. ഫോർ നൈയായികാസ് യൂണിവേഴ്സൽ റിലേഷൻസ് ലോജിക്കലുമാണ് റിയലുമാണ്, നോട്ട് റിയൽ അല്ല, റിയൽ തന്നെയാണ് നൈയായികാസിന്. സോ ബി തെറ്റാണ്. എ കറക്റ്റ് ആണ്, ബി തെറ്റാണ്. സി എന്താ പറയുന്നത്? ബുദ്ധിസ്റ്റ് ലൊജീഷ്യൻസ് റിഗാർഡ് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻസ് ആസ് ഐഡിയൽ കൺസ്ട്രക്ഷൻസ് ആൻഡ് നോട്ട് റിയൽ റിലേഷൻസ്. ബുദ്ധിസ്റ്റുകൾ പറയുന്നത് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻസ് ചുമ്മാ ഐഡിയൽ കൺസ്ട്രക്ഷൻസ് മാത്രമാണല്ലോ, അത് ശരിക്കുമുള്ള റിലേഷൻസ് അല്ല എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ അല്ലയോ? റിയൽ എന്ന് ഇതിന് കമന്റ് ചെയ്തതല്ലേ? ഓപ്ഷൻ സി അല്ലേ റിയൽ എന്ന് കമന്റ് ചെയ്തത്? ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി കറക്റ്റ് ആണ്. ബുദ്ധിസ്റ്റ് സജീഷൻസ് പറയുന്നത് യൂണിവേഴ്സൽ പ്രൊപ്പോസിഷൻ ഒക്കെ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമാണ് ഈ റിലേഷൻസ് എന്നൊക്കെ പറയുന്നത്, അല്ലാതെ ശരിക്കുമുള്ള കാര്യങ്ങളല്ല എന്ന് പറയുന്നു. അതേപോലെ ഫോർ ദ ബുദ്ധിസ്റ്റ് യൂണിവേഴ്സൽ ഇസ് ബട്ട് എ നെയിം ആൻഡ് ദി ഐഡന്റിറ്റി ഓഫ് ഫിക്ഷൻ. അതും കറക്റ്റ് ആണ്. യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ജസ്റ്റ് എ നെയിം, ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു ഫിക്ഷൻ, അതായത് ഒന്നും അൾട്ടിമേറ്റ്ലി റിയൽ അല്ല എന്നുള്ള രീതിയിലാണ് ബുദ്ധിസ്റ്റ് റിലേഷൻസ് പറയുന്നത്. സോ എയും സിയും ഡിയും കറക്റ്റ് ആണ്. ഡൗട്ട് ഉണ്ടോ ഈ ക്വസ്റ്റ്യനില്? എ എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ബിയും എന്തുകൊണ്ടാണ് തെറ്റാണെന്ന് മനസ്സിലായല്ലോ. റിയൽ ആണ് നൈയായികാസിനെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് ബി തെറ്റായത്. മാറ്റട്ടെ ഓപ്ഷൻസ്? എ സി ഡി, ബി ഇ ഡി, ഇ ഡി സി, ബി സി ഇ, ഇതാണ് ഓപ്ഷൻസ്. ഇതില് എയും സിയും ഡിയും, ഓപ്ഷൻ 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഈ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഒന്നല്ലെങ്കിൽ ക്ലാസ് തീരുന്ന സമയത്തോ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് ഇപ്പം അല്ലാണ്ട് കോർഡിനേറ്റേഴ്സിനൊക്കെ മെസ്സേജ് അയക്കാലോ, അങ്ങനെയാണെങ്കിലും ചോദിച്ചാൽ മതിയേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ നോക്കിക്കേ. സോറി, ലാപ്ടോപ്പിന്റെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് എടുത്താണ്. 4 കറക്റ്റ് ആൻസറാ. ഇതിന്റെ ആൻസർ 4 ആണ്. ബീയിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് പാസസ് അവേ. ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ്, സോറി ക്വസ്റ്റ്യൻസ് കറക്റ്റ് ശരിക്കും അയച്ചില്ല എന്ന് പറഞ്ഞാൽ, അതായത് 4 തെറ്റിപ്പോയി ആൻസർ ചെയ്തതെന്നാണ് ഉദ്ദേശിച്ചത് അതോ വേറെ ചോദ്യത്തിനെ പറ്റിയിട്ടാണോ പറഞ്ഞത്? ഇതിന്റെ ഉത്തരം 4 തന്നെയാണ്. ഇതിലെ ചോദ്യം എന്ന് വെച്ചാൽ ഏത് വാട്ട് ഈസ് ആൻഡ് വാട്ട് ഈസ് നോട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതിൽ നിന്നും വരുന്നില്ല എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതോ 3 എണ്ണം അതിൽ നിന്നും വരുന്നത് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ്, ഏതോ ഒരെണ്ണം മാത്രം ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഡിറൈവ് ചെയ്യാൻ പറ്റാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. കൺഫ്യൂഷൻ ആയിപ്പോയി കാണും ബീയിങ്ങും ബിക്കമിങ്ങും തമ്മില്. ഓക്കെ, ചേഞ്ചസ് ഇല്യൂസറി എന്ന് പറയുന്നത്, ചേഞ്ചിനെ പറ്റി പറയുന്നത് ആരാണ്? ഹെറാക്ലിറ്റസ് ആണ്. ചേഞ്ച് ഉണ്ടെന്ന് പറയുന്നത്, ബിക്കമിങ്, ഫ്ലക്സ് എന്നൊക്കെ പറയുന്നത്. പാർമിഡസ് പറയുന്നത് ചേഞ്ച് ഇല്ല, ചേഞ്ച് ഇല്യൂസറി ആണ്, ബീയിങ് മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് കറക്റ്റ് ആണ്. വാട്ട് ഈസ് ആൻഡ് വാട്ട് ഈസ് നോട്ട് എന്ന് പറയുന്നത് പാർമിനിഡസിനെ സംബന്ധിച്ചിടത്തോളം ചേഞ്ച് ഈസ് ഇല്യൂസറി എന്നുള്ളതിന്റെ ഒരു ഡിനോട്ടേഷൻ ആണ്. പ്ലൂരാലിറ്റി ഈസ് ഇമ്പോസിബിളും നമുക്ക് അതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. പ്ലൂരാലിറ്റി ഇല്ല, ജസ്റ്റ് ബീയിങ് എന്ന് പറഞ്ഞൊരു സാധനം മാത്രമേ ഉള്ളൂ. നോൺ ബീയിങ് ഈസ് ഇൻകൺസീവബിൾ. വാട്ട് ഈസ് നോട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അതില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു സാധനത്തിന് നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മീനിങ്ങിലാണ്. സോ 1ഉം 2ഉം 3ഉം നമുക്ക് ഇതിൽ നിന്നും ഡിറൈവ് ചെയ്യാൻ പറ്റും. അതേസമയം 4th സ്റ്റേറ്റ്മെന്റ് ബീയിങ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആൻഡ് പാസസ് അവേ എന്ന് പറഞ്ഞത് തെറ്റാണ്. കാരണം ബീയിങ് ഇഫ് ഇറ്റ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് അത് അങ്ങനെ തന്നെ ഇരിക്കും, ഇറ്റ് ഡസ് നോട്ട് പാസ് അവേ. അത് കാരണം പെർമനന്റ് ആണ് ബീയിങ് എന്ന് പറയുന്നത്, അതിനെങ്ങനെ വന്ന് പോവാന്നുള്ളൊരു ക്യാരക്ടർ ഇല്ല. സോ ഇതില് 4 ആണ് ആൻസർ. ഓക്കെ ആണോ? അത് ഐ നോ വൈ യു ഗോട്ട് കൺഫ്യൂസ്ഡ്. അത് അങ്ങനത്തെ ചോദ്യം ആയതുകൊണ്ടാ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ബീയിങ്ങും ബിക്കമിങ് തമ്മിലും പാർമിനസിന്റെ ഏതാണ് ഹെറാക്ലിറ്റസിന്റെ ഏതാണെന്നുള്ള കൺഫ്യൂഷനും വരാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ മിക്ക ചോദ്യങ്ങളും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും 2 or 3 തവണ ക്വസ്റ്റ്യൻ വായിച്ച് ഇതന്നെയല്ലെന്നൊന്ന് ഉറപ്പ് വരുത്തുക ടൈം ഉണ്ടെങ്കിൽ.
അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോട്ടെ. ഇത് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പൊക്കോട്ടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഓപ്ഷൻ ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, മാറ്റാലോ ഇനി? എടുത്തില്ലേ സ്ക്രീൻഷോട്ട്? മാറ്റുവാണ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി കോൺസെപ്റ്റ് സർവോദയ? സർവോദയ ഗാന്ധിജിന്റെ ആണെന്നറിയാലോ, അപ്ലിഫ്റ്റ്മെന്റ് ഓഫ് ഓൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഇതിൽ ഏതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള? ആ വാക്ക് ശ്രദ്ധിക്കുക. മിക്കപ്പോഴും ഓപ്ഷനിൽ നമുക്ക് പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ തോന്നും, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. 2. ഓക്കെ, പ്രിയങ്ക ഉത്തരം? ഓക്കെ, രണ്ട് തന്നെയാണ് ആൻസർ. അപ്ലിഫ്റ്റ്മെന്റ് ഫോർ ഓൾ, അഡ്രസ്സിംഗ് ടു ദ ലീസ്റ്റ് പ്രിവിലേജ്ഡ്. ഇതിനും ഫർദർ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി, അല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ സമയം വേണോ? എടുക്കേണ്ടവരെടുത്തോ, ഞാനൊരു 3 സെക്കൻഡ് തരാവേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദി ഫോളോയിങ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി ഡിഫൈൻസ് ദി ഐഡിയ ഓഫ് യൂഡെമോണിയ? യൂഡെമോണിയ ആരുടെ കോൺസെപ്റ്റ് ആണെന്ന് ആദ്യമേ പറഞ്ഞേ. യൂഡെമോണിയ ആരുടെ കോൺസെപ്റ്റ് ആണ്? അരിസ്റ്റോട്ടലിന്റെ. യെസ്. അപ്പം യൂഡമോണി എന്താണ് പറയുന്നത്? ഹാപ്പിനെസ് ഈസ് ഡ്രൈവൺ ബൈ ദ സ്പിരിറ്റ് ഓഫ് സെലിബസി. സെലിബസിയിലൂടെയാണ് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് പറയുന്നു. അതോ ഹാപ്പിനെസ് ഈസ് ഡ്രൈവൺ ബൈ ദി സെൻസ് ഓഫ് എക്സലൻസ്, അതോ ഈസ് ഗെയിൻ ത്രൂ പ്ലഷറബിൾ സെൻസേഷൻ, അതോ ബൈ അവോയ്ഡൻസ് ഓഫ് പ്ലഷർ? എങ്ങനെയാണ് ഹാപ്പിനെസ് കിട്ടുക, യൂഡമോണി കിട്ടുക? 1 അല്ലടാ, 1 അല്ല. 3 അല്ല, 1 അല്ല, 3 അല്ല. ഇതിന്റെ ഉത്തരം 2 ആണ്. ബൈ എ സെൻസ് ഓഫ് എക്സലൻസ് ആണ് അതിന്റെ എക്സ്പ്ലനേഷൻ. യുഡെമോണി എന്താണെന്ന് വെച്ചാൽ, ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ. യുഡെമോണി എന്താന്ന് വെച്ചാല് ഹയസ്റ്റ് ഹാപ്പിനെസ് ആണ്. അരിസ്റ്റോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഹയസ്റ്റ് ഹാപ്പിനെസിനെയാണ് യൂഡമോണിയ എന്ന് പറയുന്നത്. ഇത് അരിസ്റ്റോട്ടലിയൻ എത്തിക്സിൽ, നിക്കോമാക്കിൻ എത്തിക്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഒരു പെട്ടെന്ന് ഒരു മൊമെന്ററി ഫീലിംഗ് ഓഫ് പ്ലഷറിനേക്കാളും നമ്മൾ നമ്മുടെ റീസൺ അനുസരിച്ച് നമ്മുടെ രീതിയിൽ നമ്മൾ എക്സലന്റ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാധനം, ഒരു ഫുൾ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ ഞാനൊരു നല്ല ലൈഫാണ് ജീവിച്ചത് നമുക്കൊരു ഫീലിംഗ് വരുമല്ലോ, ആ ഒരു സാധനം, അതാണ് യൂഡമോണിയ എന്ന് പറയുന്നത്. ഇതും സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാം. കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഇത് ഡൗട്ട് ഇല്ലല്ലോ, യൂഡമോണിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്ക് നമ്മളൊരു നല്ല ലൈഫ് ജീവിച്ചു എന്ന് തോന്നുമ്പോൾ വരുന്ന ആ ഒരു സാധനം. അടുത്തത്, പ്രഭാകര മീമാംസ ഓൺലി, ശരിക്കും വായിക്കണം അല്ലെ? ഇത് സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നോ? ഓക്കെ, പ്രഭാകര മീമാംസ, അതെ ശരിക്കും വായിക്കണം. ശരിയാ, എല്ലാ കോൺസെപ്റ്റും നമ്മൾ ഡീപ്പായിട്ട് പോയാൽ തന്നെ പറ്റുള്ളൂ. ഓക്കെ, പ്രഭാകര മീമാംസ അക്സെപ്റ്റ്സ് ഓൺലി ദ ഫോളോയിങ് കാറ്റഗറീസ്. ഇതില് പ്രഭാകര മീമാംസ അക്സെപ്റ്റ് ചെയ്യുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണ്? സബ്സ്റ്റൻസ്, ക്വാളിറ്റി, ആക്ഷൻ, ജനറാലിറ്റി, ഇൻഹറൻസ്, ഫോഴ്സ്, സിമിലാരിറ്റി, നമ്പർ ഓൺലി. അതോ ക്വാളിറ്റി, ആക്ഷൻ, സബ്സ്റ്റൻസ്, ഇൻഹറൻസ്, ഫോഴ്സ് ഓൺലി ആണോ? അതോ നമ്പർ, സിമിലാരിറ്റി, ഫോഴ്സ്, ഇൻഹറൻസ്, ജനറാലിറ്റി, ആക്ഷൻ, സബ്സ്റ്റൻസ് ഓൺലി ആണോ? അതോ ആക്ഷൻ, ക്വാളിറ്റി, സബ്സ്റ്റൻസ്, ജനറാലിറ്റി, ഫോഴ്സ് ആണ്? ഇതിൽ ഏതൊക്കെ കാറ്റഗറീസ് ആണ് മീമാംസ അക്സെപ്റ്റ് ചെയ്യുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? മീമാംസയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പൊതുവെ കാറ്റഗറീസിനെ പറ്റി പറയാറില്ല. പിന്നെ ഇത് കഴിഞ്ഞാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എടുത്തതാണ്. ഇനി ഐഡിയ? ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എക്കകത്ത് എല്ലാം വരുന്നുണ്ട്. സബ്സ്റ്റൻസ്, ക്വാളിറ്റി, ആക്ഷൻ, ജനറാലിറ്റി, ഇൻഹറൻസ്, ഫോഴ്സ്, സിമിലാരിറ്റി, നമ്പർ. വൈശേഷിക പറയുമ്പോഴാണ് നമ്മൾ സാധാരണ കാറ്റഗറീസിന്റെ കാര്യം പറയാതെ. പ്രഭാകര മീമാംസയിൽ നമ്മൾ പഠിക്കുമ്പോൾ കാറ്റഗറീസ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. പിന്നെ കഴിഞ്ഞാണ് വന്ന ചോദ്യം ഇതിങ്ങനെയായി. 8 കാറ്റഗറീസ് ആണ് മീമാംസ പറയുന്നത്. ആ 8 എണ്ണം ഇതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ.
ഇത് സെയിം സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ വൈശേഷികയിലും വരുന്നതെന്ന് തോന്നുന്നു. വൈശേഷികയിൽ പക്ഷെ 8 അല്ലല്ലോ. ഫോഴ്സും ഇല്ല, അതിലെ വ്യത്യാസമുണ്ട് വൈശേഷികരും തമ്മിൽ. അതും നിങ്ങൾ വൈശേഷികയുടെ കാറ്റഗറീസും ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതി വെച്ചോ. അത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കാനുള്ള സാധനങ്ങൾ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോ. വൈശേഷികയുടെ കാറ്റഗറീസും കൂടി നോക്കി വെച്ചോ. അതേപോലെ അഭിഹിതാന്വയവാദയും അൻവിതാഭിധാനവാദയും ഉണ്ട്. ഇതില് അഭിഹിതാന്വയവാദ ഭട്ടയുടെയും അൻവിതാഭിധാനവാദ പ്രഭാകരയുടെയും ആണ്. അതും കൂടി എന്തൊക്കെയാണെന്നൊന്ന് നോക്കി വെച്ചോ. വൈശേഷിക 7 ആണ്, ശരിയാ. ഇതപ്പം മാറ്റട്ടെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തല്ലോ ഏതൊക്കെയാണ് 8 കാറ്റഗറീസ് എന്നുള്ളത്. അൻവിതാഭിധാനവാദമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ടേംസ് ഒക്കെ? ആദ്യമായിട്ട് കേൾക്കുന്നതല്ലോ. ഒക്കപ്പോഴില്ല. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതൊക്കെ ഈ മാറിപ്പോകും. പ്രഭാകരയുടെ ഏതാണ്, മീമാംസ കുമാരിലയുടെ ഏതാണെന്നൊക്കെ. അപ്പൊ അതൊന്ന് എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിലുള്ള കുറുക്കടികൾ ഉപയോഗിച്ച് പഠിച്ചു നോക്കിക്കോ. അടുത്തത് ലോജിക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നെഗേഷൻ എ ഇംപ്ലൈസ് ബി ദെയർഫോർ എ എന്ന് പറഞ്ഞൊരു സാധനം. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാനാണ്. അതിലെ 5 സ്റ്റെപ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിന്റെ കറക്റ്റ് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഏതായിരിക്കും? ഈ നെഗേഷൻ എ ഇംപ്ലൈസ് ബി ദെയർഫോർ എ എന്ന് പറഞ്ഞൊരു സാധനം. ഇതിനെ നമുക്ക് സോൾവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മുടെ സാധാരണ ട്രൂത്ത് ടേബിൾ മെത്തേഡ് ഒന്നും അല്ല. ഇത് ഇൻഡയറക്റ്റ് പ്രൂഫ് മെത്തേഡുകളല്ലേ. അപ്പൊ ഇച്ചിരിയും കൂടി ഒരു മിനിറ്റ്, ഇത് നോക്കിക്കേ നിങ്ങൾ ഫസ്റ്റ് ഏതാ പറ്റാന്ന്. എ ഫസ്റ്റ്. എ അല്ലടാ ഫസ്റ്റ്. ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ അങ്ങനെ എഴുതും. അത് തന്നെ, ബി ആണ് ഫസ്റ്റ് വരുന്നത്. നെഗേഷൻ എ ഇംപ്ലൈസ് ബി എന്ന് പറയുന്നതാണ് ആദ്യമേ വരുന്നത്. നെഗേഷൻ എ ഇംപ്ലൈസ് ബി, അങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിന് എന്തായിരിക്കും? ഇതിൽ നിന്നും നമ്മൾ ഇനി എങ്ങനെ എന്ത് ഡിറൈവ് ചെയ്യും? അവിടെ ഞാൻ ഒരു ക്ലൂ തരാം. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു റൂൾ ഓഫ് ഇൻഫറൻസ് ഉപയോഗിച്ചിട്ട് മെറ്റീരിയൽ ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഏതായിരിക്കും? മെറ്റീരിയൽ ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ച് നെഗേഷൻ എ ഇംപ്ലൈസ് ബിനെ. സി അല്ല. ഒന്നുകൂടി നോക്കിക്കേ. അതന്നെ, ഡി ആണ് വരുന്നത്. നെഗേഷൻ എ ഓർ ബി എന്ന് പറഞ്ഞ സ്ഥാനം. എ ഇംപ്ലൈസ് ബിനെ നെഗേഷൻ എ ഓർ ബി എന്നാണ് മെറ്റീരിയൽ ഇംപ്ലിക്കേഷൻ വഴി. സോ ആദ്യത്തെ ഓപ്ഷൻ ബി ആണ്, അത് കഴിഞ്ഞുള്ള ഓപ്ഷൻ ഡി ആണ്. ഇനി എന്തായിരിക്കും? ഇനി ഡിമോർഗൻസ് തിയർ ആണ് ഉപയോഗിക്കുന്നത്. ഡിമോർഗൻസ് തിയർ ഉപയോഗിക്കുമ്പോൾ ഏതായിരിക്കും വരിക? ഡിമോർഗൻസ് തിയറത്തില് എ ആയിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് അപ്പൊ നെഗേഷൻ എ ഓർ നെഗേഷൻ ബി വരെ കിട്ടി. ഇനി അടുത്ത എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? ഇതിലൊരു തെറ്റുണ്ട്. സിയും ഇയും നെഗേഷൻ എ എന്നാണ് കാണിച്ചേക്കുന്നത്. ഈനെ തൽക്കാലം നമുക്ക് നെഗേഷൻ എ അല്ലാണ്ട് വെറും എ ആക്കാം. രണ്ടും അത് ക്വസ്റ്റ്യനിൽ വന്ന തെറ്റായിരുന്നു. നെഗേഷൻ എ വരും. നെഗേഷൻ എ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വെറും എ ആണ്, നെഗേഷൻ എ അല്ല. കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടത്. ഇത് കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ സീക്വൻസ് ഇതാണ്. ആദ്യമേ നമ്മുടെ ക്വസ്റ്റ്യൻ നെഗേഷൻ എ ഇംപ്ലൈസ് ബി ദെയർഫോർ എ എന്ന് പറഞ്ഞതില് നമ്മളെ ക്വസ്റ്റ്യൻ പാർട്ട് നെഗേഷൻ എ ഇംപ്ലൈസ് ബി എന്നുള്ള സാധനം മാത്രം എടുത്ത് എഴുതും, ആ ഇനീഷ്യൽ പ്രിമിസ് ഓഫ് ദി ആർഗ്യുമെന്റിനെ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ഇംപ്ലിക്കേഷൻ ഉപയോഗിച്ച് ആ എ ഇംപ്ലൈസ് ബിനെ നെഗേഷൻ എ ഓർ ബി ആക്കും. ആ നെഗേഷൻ ഓൾറെഡി ബ്രാക്കറ്റിൽ തന്നെ ഉണ്ടാവും, ബ്രാക്കറ്റിന്റെ പുറത്ത് തന്നെ ഉണ്ടാവും. ഇനി നെഗേഷൻ എ ഓർ ബി അല്ലേ, അപ്പൊ അതിനെ എങ്ങനെ വരും?
ഡിമോർഗൻസ് തിയറം അനുസരിച്ച് നെഗേഷൻ നെഗേഷൻ എ ആൻഡ് നെഗേഷൻ ബി ആക്കും. ഡിമോർഗൻസ് തിയറം ഓർമ്മയുണ്ടോ? ഡിമോർഗൻസ് ലോ ഉപയോഗിച്ചിട്ട് എങ്ങനെയാന്ന്? അതായത് ഈ പുറത്ത് നെഗേഷൻ കൊടുത്തിട്ട് എ ഓർ ബി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഓറിന്റെ സിമ്പിൾ മാറ്റി ആൻഡ് ആക്കി രണ്ടിനും നെഗേഷൻ ഇട്ട് കൊടുക്കും. അതാ ഇത് സാധാരണ ഇതിനു മുന്നേ ചോദിക്കാറില്ല ഇങ്ങനെയുള്ള രീതിയിൽ. ട്രൂത്ത് ടേബിളോ അല്ലെങ്കിൽ എക്സും വൈയും ട്രൂ ആണെങ്കിൽ എയും ബിയും ഫോൾസ് ആണെങ്കിൽ വാല്യൂ എന്താണ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളും വന്നു തുടങ്ങിയത്. പിന്നെ ഇപ്പൊ ഇതും പഠിച്ചു വെക്കണമായിരിക്കും. ഇപ്പൊ ഡിമോർഗൻസ് ലോ വഴി നെഗേഷൻ നെഗേഷൻ എ നെഗേഷൻ ബി കിട്ടി. അതിനെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ വഴി, അതായത് കൺജങ്ഷൻ ആണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു പോർഷൻ മാത്രം എടുത്ത് എഴുതാൻ പറ്റും. അങ്ങനെ ഇവിടെ സിംപ്ലിഫിക്കേഷൻ വഴി നെഗേഷൻ നെഗേഷൻ എ എടുത്ത് അടുത്തത് ഡബിൾ നെഗേഷൻ വഴി ആ നെഗേഷൻ നെഗേഷൻ മാറ്റി വെറും എ ആക്കി. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ എളുപ്പമാണ്, കുഴപ്പമില്ല അല്ലെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെനിക്കൊന്ന് റിലേറ്റീവ്ലി ഈസി ആയിരുന്നു ഈ ക്വസ്റ്റ്യന്. എന്നാലും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ഇനി എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. ഇപ്പൊ 30 ക്വസ്റ്റ്യൻ ആയി. ശരിക്കും ഒരു 50 ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഓൾറെഡി 9 മണി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നിർത്താം. ഇതുവരെ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ചോദിക്കാം. ഇനി ഇപ്പം എങ്ങാലും ക്ലാസ് നമ്മൾ നിർത്തി കഴിഞ്ഞിട്ടാണ് ഡൗട്ട് കാണുന്നെന്നുണ്ടെങ്കിൽ പിന്നെ ചോദിക്കാം. ബാക്കിയും വേണോ? ബാക്കി ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻസ് അയച്ചു തരാൻ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. ക്വസ്റ്റ്യൻസ് അയച്ചു തരാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, നോട്ട്സ് ആയിട്ടോ എങ്ങനെയെങ്കിലും നോക്കാം. ഇതിപ്പം മെയിൻ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്ന ഒക്കെ നിങ്ങളുടെ 2020 ഇപ്പൊ നമ്മൾ ചെയ്തത് ഒക്കെ 2025 ജൂണിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ എന്തായാലും അത് മസ്റ്റ് ആയിട്ടും പരീക്ഷയ്ക്ക് പോണതിന് മുന്നേ അത് ഫുൾ ചെയ്ത് നോക്കുക. അതിൽ നിന്ന് തന്നെ ഇനിയിപ്പോ ഏതെങ്കിലും ഈ ക്വസ്റ്റ്യൻ അല്ലാണ്ട് വേറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെങ്കിൽ കോർഡിനേറ്റേഴ്സ് വഴി അയച്ചു കൊടുത്താൽ മതി. ഇതൊക്കെ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പിന്നെ ബാക്കി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ബാക്കി ചോദ്യങ്ങളും കൂടി എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നോക്കാം. അപ്പം വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതുവരെ കഴിഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പം ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം മാക്സിമം നന്നായിട്ട് പഠിക്കുക. 2-ാം തീയതിയാണ് പരീക്ഷ. മാക്സിമം PYQ വർക്ക് ചെയ്യുക. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, നമ്മൾ സിലബസ് വെച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അവർ ഓരോ തവണയും അവർക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം മാക്സിമം PYQs ചെയ്യുക. കുറച്ച് കിളി പോയില്ലേ. പിന്നെ പൊതുവെ ഇന്നെടുത്ത ചോദ്യങ്ങൾ ഇച്ചിരി പാടുള്ള ചോദ്യങ്ങളായിരുന്നു. എളുപ്പമുള്ളത് ഞാൻ എടുക്കാത്ത മനഃപൂർവ്വം, നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് പ്രശ്നമില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കൂടുതലും. കുഴപ്പമില്ല. അതുകൊണ്ട് അപ്പം നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പം താങ്ക് യു, ശ്രദ്ധിച്ചതിനും കമന്റ് ചെയ്തതിനും താങ്ക്സ്. നല്ല ആക്റ്റീവായിട്ട് ഇരുന്നതിനും താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഗുഡ് നൈറ്റ്.